താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. എല്ലാ കണ്ണുകളും അടയ്ക്കാം. നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോട് അടുപ്പിച്ചില്ല. ഇത്രമാ സ്നേഹത്തെ എത്ര നാൾ തള്ളി ഞാൻ ഈ മഹാ സ്നേഹത്തെ ദൈവമേ, ഈ മഹാപാപത്തെ ദൈവമേ ഓർക്കല്ലേ. ഇത്രമാ സ്നേഹത്തെ എത്ര നാൾ തള്ളി ഞാൻ ഈ മഹാപാപത്തെ ദൈവമേ ഓർത്തില്ലേ. ക്രൂശിന്മേൽ കാണുന്ന ധാരിത, ക്രൂശിന്മേൽ കാണുന്ന ധാരിത, പ്രാണനാഥൻ പ്രാണനാഥൻ എൻ പേർക്കായി ചാകുന്നു. പ്രാണനാഥൻ പ്രാണനാഥൻ എൻ പേർക്കായി ചാകുന്നു. പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യനെ ദൈവത്തോട് അടുപ്പിക്കുവാൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ദൈവപുത്രനായ ക്രിസ്തു നമുക്ക് വേണ്ടി ആ ക്രൂശിൽ ഒഴുക്കിയ രക്തത്തിന്റെ വില. ആമേൻ. എത്രയോ വലിയതെന്ന് തിരിച്ചറിഞ്ഞ ദൈവമക്കൾ അവിടിവിടങ്ങളിലായി കൂടി വന്ന് ഇന്ന് പകൽ അതിപിതാക്കന്മാർ ആത്മാവിലും സത്യത്തിലും ആരാധിച്ചതുപോലെ ആമേൻ ആരാധിക്കുന്ന ഈ സമയത്ത് സ്നേഹതീരം പ്രയർ ഫാമിലിയുടെ യൂട്യൂബ് ചാനലിലൂടെ ഫേസ്ബുക്ക് പേജിലൂടെ നടത്തപ്പെടുന്ന വീട്ടിൽ ആരാധനയുമായി ഓൺലൈനിലൂടെ ഓഫ്ലൈനിലൂടെ ഇന്ന് പകലിൽ നമുക്ക് ഒരുമിച്ച് ആയിരിക്കാൻ സ്വർഗത്തിലെ വലിയവനായി ദൈവം ഒരുക്കിയ മഹൽ ഭാഗ്യത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമ്മുടെ ആമേൻ കരങ്ങളെ ഉയർത്തി നന്ദി സൂചകമായി അധരങ്ങളെ തുറന്ന് ദൈവം നടത്തിയ വിധങ്ങളെ ഓർത്ത് നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന നല്ല കർത്താവ്, നാളിതുവരെ അത്ഭുതകരമായി അതിശയകരമായി നടത്തിയ എല്ലാ വിധങ്ങൾക്കായി ഹല്ലേലൂയ നന്ദിയോടെ നമുക്ക് ഒരുമിച്ച് ഹല്ലേലൂയ ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. എത്ര പേർക്ക് ആ സ്നേഹത്തെ ആമേൻ അനുഭവിക്കുവാൻ കഴിയുന്നുണ്ട്? ഹല്ലേലൂയ. ഭക്തൻ ഇങ്ങനെ പാടിയത്, ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ, ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ, പകരം എന്തു നൽകും ഞാനിനി, പൂർണ്ണമായി നൽകുന്നു നാഥനായി, പകരം എന്തു നൽകും
നൽകിടും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനാ. എല്ലാവരും സ്തോത്രത്തോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രിയ ടീച്ചർ ആൻറ്റി ശബ്ദമുയർത്തി പ്രാർത്ഥിച്ച് ഇന്ന് പകൽ നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാം. ഹല്ലേലൂയ. Thank you, Lord Jesus. നല്ല പിതാവേ, ഞായറാഴ്ചയുടെ പകൽക്കാലം കർത്താവേ ദൈവസന്നിധിയിൽ ഒരുമിച്ച് കൂടി വരുവാൻ ചെയ്ത നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഇന്നത്തെ ആരാധനയോട് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു നാഥാ. ഹല്ലേലൂയ. കർത്താവേ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ചെയ്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ദേവദാസനിലൂടെ കേൾക്കുന്ന നല്ല വചനം, നല്ല സങ്കീർത്തനങ്ങൾ, നല്ല എല്ലാം അനുഗ്രഹമായി തീരാൻ കർത്താവെ അങ്ങ് അവിടുന്ന് ഒരുക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം കർത്താവെ. എത്രത്തോളം കർത്താവെ ഞങ്ങൾ കാത്തു പരിപാലിച്ച ദൈവം നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഹല്ലേലൂയ. അല്പസമയം കർത്താവെ ഞങ്ങൾ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ ദൈവമേ ഭയഭക്തിയോടെ ഇരിക്കുവാനുള്ള കൃപ ഞങ്ങളുടെ ഓരോരുത്തരുടെ മേലും പകരുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇന്നത്തെ ആരാധന അനുഗ്രഹമായി തീരുവാൻ ദൈവമേ അങ്ങ് അവിടുന്ന് ഒരുക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആരാധനയിൽ പങ്കുചേർന്നിട്ടുള്ള കർത്താവേ ഹല്ലേലൂയ. ഓൺലൈനിലൂടെ ഓഫ്ലൈനിലൂടെ കർത്താവെ, ഫേസ്ബുക്കിലൂടെ യൂട്യൂബ് ചാനലിലൂടെ ശ്രമിക്കുന്ന ഓരോ കുടുംബങ്ങളെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. വചനം പ്രഘോഷിക്കുമ്പോൾ കർത്താവെ ആ വചനപ്രകാരം കർത്താവെ അവരെല്ലാം വിടുവിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനപ്രകാരം ജീവിക്കുക ഓരോരുത്തരെ ഒരുക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ. സ്തോത്രം 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 കർത്താവെ. ഇത്രത്തോളം കർത്താവെ ഞങ്ങൾ നടത്തിയ കൃപയോട് നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അല്പസമയം കർത്താവെ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ ദൈവമേ ഞങ്ങളോട് കൃപ തോന്നണമേ. പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ഞങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവദാസനെ ബലപ്പെടുത്തുമാറാണമേ കർത്താവെ. ഹല്ലേലൂയ. അങ്ങയുടെ കൃപ ദാസന്റെ മേൽ പകർന്ന കർത്താവെ ഓരോരുത്തരുടെയും മേൽ കർത്താവെ അങ്ങ് അഭിഷേകങ്ങൾ നിറയ്ക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. ഹല്ലേലൂയ. സ്തോത്രം കർത്താവ്. അതുപോലെ കർത്താവെ ഞങ്ങളുടെ കർത്താവെ എല്ലാ ആരാധനയും അനുഗ്രഹിക്കുന്നതോടൊപ്പം തന്നെ ഞങ്ങളുടെ ഈ ചെറിയ കൂട്ടത്തെ അനുഗ്രഹിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളെല്ലാവരും ദൈവമേ അങ്ങ് താഴ്ത്തി ഏൽപ്പിക്കുന്ന നാഥാ. ദൈവമേ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കുകയായി സ്തോത്രം. വിഷയത്തിന്മേലും പ്രാർത്ഥിക്കാൻ വിട്ടുപോയ വിഷയങ്ങൾക്ക് മറുപടി അയച്ചിരിക്കുകയായി സ്തോത്രം. ഞങ്ങൾക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ ജീവൻ അർപ്പിച്ചവൻ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. സന്തോഷമുള്ളവർ കരങ്ങൾ ഉയർത്തി നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്താട്ട് ഹല്ലേലൂയ ചേർന്ന് പാടി നമ്മുടെ കരങ്ങളെ തട്ടി നമ്മുടെ കർത്താവിനെ നമുക്ക് ഒരുമിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശു നായകൻ കൂട്ടാളിയാലേ. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശു നായകൻ കൂട്ടാളിയാലേ. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. ലോകത്തിൻ താങ്ങുകൾ നീങ്ങിപ്പോയിടുമ്പോൾ ലോകക്കാരെല്ലാരും കൈവേടിയിടുമ്പോൾ, ലോകത്തിൻ താങ്ങുകൾ നീങ്ങിപ്പോയിടുമ്പോൾ ലോകക്കാരെല്ലാരും കൈവേടിയിടുമ്പോൾ, സ്വന്തം സഹോദരർ തള്ളിക്കളയുമ്പോൾ ഔസേപ്പിൻ ദൈവമൻ കൂട്ടാളിയാടേ. സ്വന്തം സഹോദരർ തള്ളിക്കളയുമ്പോൾ ഔസേപ്പിൻ ദൈവമൻ കൂട്ടാളിയാടേ. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ. അന്ധകാരം ഭൂമി
വ്യാപരിച്ചിടുമ്പോൾ രാജാക്കൾ നേതാക്കൾ ശത്രുക്കളാകുമ്പോൾ അന്ധകാരം ഭൂമി വ്യാപരിച്ചിടുമ്പോൾ രാജാക്കൾ നേതാക്കൾ ശത്രുക്കളാകുമ്പോൾ അഗ്നികുണ്ഡത്തിലോ സിംഹക്കുഴിയിലോ ദാനിയേലിൻ ദൈവമേ കൂട്ടാളിയാണേ. അഗ്നികുണ്ഡത്തിലോ സിംഹക്കുഴിയിലോ ദാനിയേലിൻ ദൈവമേ കൂട്ടാളിയാണേ. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. അപ്പം ഇടയെ ഉത്തമ സ്നേഹിതേ നിത്യന രാജാവേ കൂട്ടാളിയാണേ. ഇത്ര ഉത്തമ സ്നേഹിതേ നിത്യന രാജാവേ കൂട്ടാളിയാണേ. എന്തിന് ഭാരങ്ങൾ എന്തിന് വ്യാകുലം കർത്താവിൻ കുഞ്ഞുങ്ങൾ പാട്ടുപാടോ. എന്തിന് ഭാരങ്ങൾ എന്തിന് വ്യാകുലം കർത്താവിൻ കുഞ്ഞുങ്ങൾ പാട്ടുപാടോ. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. കാകേള ശബ്ദങ്ങൾ കേട്ടിടാൻ നേരമായി കഷ്ടങ്ങളേറ്റയൻ പ്രിയനെ കാണാറായി. കാകേള ശബ്ദങ്ങൾ കേട്ടിടാൻ നേരമായി കഷ്ടങ്ങളേറ്റയൻ പ്രിയനെ കാണാറായി. എന്നു നീ വന്നിടും എപ്പോൾ നീ വന്നിടും എത്ര നാൾ കാത്തു വന്നിടും എപ്പോൾ നീ വന്നിടും എത്ര നാൾ നോക്കി ഞാൻ പാക്കേണം പ്രിയനേ. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. ഹല്ലേലൂയ. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ആമേൻ ക്രിസ്തുയേശു നായകൻ കൂടെയുണ്ടെങ്കിൽ ഹല്ലേലൂയ അതെ അതൊന്നും സാരമില്ലെന്ന് എണ്ണിക്കൊണ്ട് ഈ ഭൂമിയിൽ പ്രത്യാശയോടെ ജീവിപ്പാൻ തക്കവണ്ണം ഇടയാകുമല്ലോ. ഹല്ലേലൂയ. ഭാരങ്ങളും വേദനകളും നിരാശകളും ആകുലതകളും ഒക്കെ നിറഞ്ഞതായ ഭൂമിയിൽ ആമേൻ നമ്മെ പ്രത്യാശയോടെ മുമ്പോട്ട് നയിക്കുന്നത് ദൈവത്തിന്റെ വചനമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത തിരുവചനം ഇന്ന് പകലിലും ആമേൻ നമുക്ക് ശ്രവിപ്പാൻ തക്കവണ്ണം ഇടയാകേണ്ടതിനായി നമ്മുടെ കാതുകളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചു കൊടുക്കുക. ഹല്ലേലൂയ. നാം ആമേൻ കേൾക്കുന്ന വചനത്തിന് നമ്മെ ശക്തീകരിക്കുവാൻ കഴിയും, നമ്മെ സൗഖ്യമാക്കുവാൻ കഴിയും, നമ്മെ ബലപ്പെടുത്തുവാൻ കഴിയും. ആമേൻ അടയപ്പെട്ട വാതിലുകളെ തുറക്കുവാൻ കഴിയും. ഹല്ലേലൂയ. ആമേൻ നമ്മെ മാനിക്കുന്നത് സ്വർഗത്തിലെ ദൈവമാണ്. ഹല്ലേലൂയ. നാം ദൈവത്തെ മാനിച്ചാൽ ദൈവം നമ്മെ എന്ത് ചെയ്യും? മാനിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിച്ചവനായ കർത്താവ് ഇന്ന് പകൽ നമ്മുടെ ജീവിതത്തിൽ ആമേൻ അത്ഭുതം ചെയ്യുമെന്ന് വിശ്വസിക്കുന്നവർ കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുത്താട്ട്. ഹല്ലേലൂയ. ആമേൻ നാം രക്ഷിക്കപ്പെട്ടത് തന്നെ എന്താണ്? ഒരു അത്ഭുതമാണ്. ഹല്ലേലൂയ. പാപികളായിരുന്ന ദോഷികളായിരുന്ന നമ്മെ ദൈവമക്കളാക്കി മാറ്റുവാൻ ദൈവം ചെയ്ത ഏറ്റവും വലിയ അത്ഭുതമാണ് തൻ്റെ പുത്രനെ നമുക്ക് വേണ്ടി ഈ ഭൂമിയിലേക്ക് അയച്ച്
ആമേൻ നമുക്ക് വേണ്ടി ക്രൂശിൽ താൻ യാഗമായി മരണത്തെയും പാതാളത്തെ അതിജീവിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഇന്നും പിതാവിന്റെ വലതുഭാഗം നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ചുകൊണ്ടിരിക്കുന്നത് ഏറ്റവും വലിയ അത്ഭുതമാണ്. ഹല്ലേലൂയ. ഇന്ന് പകലിൽ നമുക്കെല്ലാവർക്കും ചേർന്ന് റോമാലേഖനം 13-ാം അധ്യായം അതിൻ്റെ ആമേൻ 1 മുതൽ 14 വരെയുള്ള വേദഭാഗം ആമേൻ നമുക്കെല്ലാവർക്കും ചേർന്ന് ശബ്ദമുയർത്തി ദൈവസന്നിധിയിൽ വായിക്കാം. എല്ലാവർക്കും ദൈവസന്നിധി എഴുന്നേൽക്കാം. ഹല്ലേലൂയ. റോമാലേഖനം 13-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വേദഭാഗങ്ങൾ നമുക്കെല്ലാവർക്കും ദൈവസന്നിധി എഴുന്നേറ്റ് നിന്ന് ഒരുമിച്ച് ചേർന്ന് വായിക്കാം. ആമേൻ. എല്ലാവരും എടുത്തെന്ന് വിശ്വസിക്കുന്നു. വായിക്കുന്നു. ഏതു മനുഷ്യനും ശ്രേഷ്ഠ അധികാരങ്ങൾക്ക് കീഴടങ്ങട്ടെ. ദൈവത്താൽ അല്ലാതെ ഒരധികാരവും ഇല്ലല്ലോ. ഉള്ള അധികാരങ്ങളോ ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്നു. ആകയാൽ അധികാരത്തോട് മറക്കുന്നവൻ ദൈവവ്യവസ്ഥയോട് മറക്കുന്നവരോ ശിക്ഷാവിധി പ്രാപിക്കും. വാഴുന്നവർ സൽപ്രവൃത്തികൾക്കല്ല ദുഷ്പ്രവൃത്തികൾക്കത്രേ ഭയങ്കരം. അധികാരസ്ഥനെ ഭയപ്പെടാതിരിപ്പാൻ ഇച്ഛിക്കുന്നുവോ? നന്മ ചെയ്യുക, എന്നാൽ അവനോട് പുകഴ്ച ലഭിക്കും. നിന്റെ നന്മയ്ക്കായിട്ടല്ലോ അവൻ ദൈവ ശുശ്രൂഷക്കാരനായിരിക്കുന്നത്. നീ തിന്മ ചെയ്താലോ ഭയപ്പെടുക. വെറുതെയല്ല അവൻ വാൾ വഹിക്കുന്നത്. അവൻ ദോഷം പ്രവർത്തിക്കുന്നവന്റെ ശിക്ഷയ്ക്കായി പ്രതികാരിയായ ദൈവ ശുശ്രൂഷക്കാരൻ തന്നെ. അതുകൊണ്ട് ശിക്ഷയെ മാത്രമല്ല മനസാക്ഷിയെ വിചാരിച്ച് കീഴടങ്ങുക ആവശ്യം. അതുകൊണ്ട് നിങ്ങൾ നികുതിയും കൊടുക്കുന്നു. അവർ ദൈവ ശുശ്രൂഷകന്മാരും ആ കാര്യം തന്നെ നോക്കുന്നവരുമാകുന്നു. എല്ലാവർക്കും കടമയായുള്ളത് കൊടുപ്പി. നികുതി കൊടുക്കേണ്ടവന് നികുതി, ചുങ്കം കൊടുക്കേണ്ടവന് ചുങ്കം, ഭയം കാണിക്കേണ്ടവന് ഭയം, മാനം കാണിക്കേണ്ടവന് മാനം. അന്യോന്യം സ്നേഹിക്കുന്നതല്ലാതെ ആരോട് ഒന്നും കടപ്പെട്ടിരിക്കരുത്. അന്യോന്യം സ്നേഹിക്കുന്നവൻ ന്യായപ്രമാണം നിവർത്തിച്ചിരിക്കുന്നുവല്ലോ. വ്യഭിചാരം ചെയ്യരുത്, കുല ചെയ്യരുത്, മോഷ്ടിക്കരുത്, മോഹിക്കരുത് എന്നുള്ളതും മറ്റേത് കൽപ്പനയും കൂട്ടുകാരനെ നിന്നെപ്പോലെ സ്നേഹിക്കുക എന്നീ വചനത്തിൽ നിക്ഷേപിച്ചിരിക്കുന്നു. സ്നേഹം കൂട്ടുകാരന് ദോഷം പ്രവർത്തിക്കുന്നില്ല. ആകയാൽ സ്നേഹം ന്യായപ്രമാണത്തിന്റെ നിവൃത്തി തന്നെ. ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ സമയത്തെ അറിയായികയാൽ തന്നെ നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അധികം അടുത്തിരിക്കുന്നു. രാത്രി കഴിവാറായി പകലടുത്തിരിക്കുന്നു. അതുകൊണ്ട് നാം ഇരുട്ടിന്റെ പ്രവൃത്തികളെ വെച്ചു കളഞ്ഞ് വെളിച്ചത്തിന്റെ ആയുധവർഗം ധരിച്ചുകൊള്ളുക. പകൽ സമയത്തെന്ന പോലെ നാം മര്യാദയായി നടക്കുക. വെറുക്കൂട്ടുകളിലും മദ്യപാനങ്ങളിലുമല്ല, ശയനമോഹങ്ങളിലും ദുഷ്കാമങ്ങളിലുമല്ല, പിണക്കത്തിലും അസൂയാലുമല്ല, കർത്താവായ യേശു ക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊള്ളുവിൻ. മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുത്. ആമേൻ. ഹല്ലേലൂയ. രാത്രി കഴിവായി പകൽ അടുത്തിരിക്കുന്നു. അതുകൊണ്ട് നാം ഇരുട്ടിന്റെ പ്രവൃത്തികളെ വെച്ചു കളഞ്ഞ് വെളിച്ചത്തിന്റെ ആയുധവർഗം ധരിച്ചുകൊള്ളുക. ഹല്ലേലൂയ. തുടർന്ന് ആമേൻ. ഈ കൂട്ടായ്മയിൽ സ്വദേശത്ത് വിദേശത്ത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ ലോകരാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുകയും ഇന്ന് പകൽ ഓഫ്ലൈനിലൂടെ ദൈവത്തെ ആരാധിപ്പാൻ കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും ഓർത്തുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. നമ്മുടെ തലമുറകളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. പാപാങ്കുലമാകുന്ന ഈ ലോകത്ത് ദൈവ സാന്നിധ്യം അനുഭവിപ്പാൻ കഴിയാതെ ഈ ലോകത്തിൻ്റെ മ്ലേച്ഛതയിലൂടെ വഴിതെറ്റിക്കൊണ്ടിരിക്കുന്ന അനേക യുവതലമുറകൾ ഒരാത്മാവ് ഭൂലോകത്തെക്കാൾ വിലയുള്ളതാണ്. ആമീൻ. നേരായ മാർഗത്തിലേക്ക് അവർ തിരിഞ്ഞു വരേണ്ടതിനായി ആമീൻ തലമുറകളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ മാതാപിതാക്കളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. രോഗത്താലും ദുഃഖത്താലും നിരാശയാലും ഒക്കെ കഴിയുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. ഇന്ന് പകൽ അവരെല്ലാം ഓർത്ത് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. വിശേഷ നമ്മുടെ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുന്ന അനൂപ് ആമീൻ പനിയാൽ ഭാരപ്പെട്ട് കഴിയുന്നല്ലോ. പ്രിയ മകനെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ജോലി മേഖലയിൽ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. വിവാഹ പ്രായമെത്തി നിൽക്കുന്ന കുഞ്ഞുങ്ങളുടെ വിവാഹം നടക്കേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം.
അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതങ്ങൾ നയിപ്പാൻ ദൈവം അവർക്ക് കൃപ കൊടുക്കേണ്ടതിനായി പ്രാർത്ഥിക്കാം. തലമുറകളില്ലാത്ത എത്രയോ പ്രിയപ്പെട്ടവരുണ്ട്, അവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. അതെ, ജീവിത പങ്കാളികൾ നഷ്ടപ്പെട്ട് വേർപാടിന്റെ ദുഃഖം, ആമേൻ, അതെ, അവർക്കുള്ളപ്പോഴും ആമേൻ നിത്യതയിൽ കാണാമെന്നുള്ള പ്രത്യാശയെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. അവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും ദൈവത്തിനെ സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പ്രിയ ഫേവ ശബ്ദമുയർത്തി പുതുവിനെ വഹിച്ചുകൊണ്ട് ഈ വിഷയങ്ങളെയൊക്കെ ഓർത്ത് ഇപ്പോൾ പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. പരിശുദ്ധനും നിത്യനുമായ സ്വർഗ്ഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല ഞായറാഴ്ച കാലത്തിനാണ് ഞങ്ങളുടെ വാഴ്ച കർത്താവേ, വെളുപ്പാങ്കാലത്ത് കർത്താവ് ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു പോയപ്പോൾ കർത്താവ് നിങ്ങൾക്ക് ഒരാഴ്ചയുടെ ദീർഘായുസിനെ തന്നേനായി ഞങ്ങൾ വാഴ്ചിക്കുന്ന കർത്താവേ, അനേകർക്ക് കിട്ടാത്ത സൗഭാഗ്യം നീ ഞങ്ങളുടെ ഹൃദയത്തിൽ പിന്നെ തന്നേനായി ഞങ്ങൾ വാഴ്ചിക്കുന്ന കർത്താവേ, ഞങ്ങളെ കർത്താവ് പിന്നെ ഞങ്ങളുടെ കൂട്ടായ്മ നേതൃത്വങ്ങളിലേക്ക് സമർപ്പിക്കുകയാണെന്ന് കർത്താവേ, അത് വളരെ അനുഗ്രഹപൂർണ്ണമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങൾ വായിച്ച കർത്താവേ, ദൈവവചനത്തിനായി പ്രാർത്ഥിക്കുന്ന കർത്താവ്, അതിലൂടെ ഞങ്ങളോട് ഇടപെടണമേ, സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, മറിഞ്ഞിരിക്കുന്ന മർമ്മങ്ങളൊക്കെ ദൈവമേ നീ വെളിപ്പെടുത്തി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അത് കേൾക്കുമ്പോൾ കർത്താവ് അനേകർ കർത്താവേ പലവിധമായ കർത്താവ് വർഷത്തിലായിരിക്കുമ്പോൾ കർത്താവെ അവർക്ക് അതിന്മേലെല്ലാം കർത്താവ് നീ ഒരു മറുപടി അയച്ചവരെ മാനിച്ചു കൊള്ളുമേന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, എല്ലാ വിഷയത്തിന്മേലും ദൈവം നീ അവരെ മാനിച്ചു കൊള്ളുമേന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, കേൾക്കുന്ന ഞങ്ങൾക്കും അതൊരു അനുഗ്രഹമാക്കി തീർക്കണമേന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, എല്ലാ കൂട്ടായ്മകൾക്കായി പ്രാർത്ഥിക്കുന്ന എൻ്റെ പിശാച് ഏറ്റവും വളരെ അനുഗ്രഹപൂർണ്ണമാക്കി തീർക്കണമേന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ ചെറിയ കൂട്ടത്തെ ദൈവം നീ സഹായിച്ചു കൊള്ളുമേന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഞങ്ങളുടെ കൂട്ടായ്മ കർത്താവ് ഓൺലൈനായി ഓഫ്ലൈനായി കാണുന്ന എല്ലാ കൂട്ടായ്മകൾക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവ്, എല്ലാ ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, അവരെല്ലാം ദൈവം നീ മാനിച്ചു കൊള്ളുമേ, അനുഗ്രഹിച്ചു കൊള്ളുമേന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അല്പനേരം ഞങ്ങൾ കർത്താവ് നിന്റെ ദൈവസന്നിധിയിലായിരിക്കുന്ന മുമ്പ് കർത്താവ് ഞങ്ങളോട് സംസാരിക്കണമേ, ഇടപെടണമേന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, മറിഞ്ഞിരിക്കുന്ന മർമ്മങ്ങളെയൊക്കെ കർത്താവ് വെളിപ്പെടുത്തണമേന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്, ദേവദാസനായി പ്രാർത്ഥിക്കുന്ന കർത്താവെ, വചനം സംസാരിക്കുമ്പോൾ കർത്താവ് അതിശക്തമായ ദാസനെ കരങ്ങളെടുത്ത് ഉപേക്ഷിച്ചു കൊള്ളുമേന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, പരിശുദ്ധമാവിന്റെ നിറവിനാൽ നിന്റെ ദാസനെ ദൈവം നീ സഹായിച്ചു കൊള്ളുമേന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, പിന്നെയും കർത്താവ് ഈ കാലഘട്ടത്തിൽ അതിശക്തമായി എടുത്ത് ഉപേക്ഷിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവെ, എല്ലാ കർത്താവെ കുട്ടികളൊക്കെ കർത്താവ് ലോകത്തിന്റെ മോഹങ്ങളിലായി പോകുമ്പോൾ കർത്താവ് എല്ലാവരും കർത്താവ് ദൈവസ്ഥലത്തിൽ അടുത്തു പിന്നെ ദൈവത്തെ മാത്രം മുറുകെ പറ്റി ജീവിപ്പാൻ ദൈവം നീ അവരെ സഹായിച്ചു കൊള്ളുമേന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അനേക കുഞ്ഞുങ്ങൾ കർത്താവ് മദ്യത്തിനും മയക്കുമരുന്ന് ലഹരിക്കൊക്കെ അടിമയായി തീരുമ്പോൾ കർത്താവെ, ദൈവവചനത്തെ മാത്രം ലക്ഷ്യമാക്കി കർത്താവ് നിത്യത്തെ മാത്രം ലക്ഷ്യമാക്കി ജീവിപ്പാൻ ദൈവം അവർ ഹൃദയങ്ങളോട് ദൈവം നീ സംസാരിച്ചു കൊള്ളുമേന്ന് പ്രാർത്ഥിക്കുന്ന എന്നെ പിശാ, പിന്നെയും തന്നെ ഞങ്ങൾ ഈ ചെറിയ കൂട്ടത്തെ നിമിത്തങ്ങളൊക്കെ സമർപ്പിക്കുന്ന കർത്താവെ, അല്പനേരം ഞങ്ങൾ കർത്താവ് ദിവസത്തിലായിരിക്കുമ്പോൾ ഞങ്ങളോട് കർത്താവ് നീ സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, എല്ലാം മറിഞ്ഞിരിക്കുന്ന മർമ്മങ്ങളെ നീ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഞങ്ങളെ നിറച്ചു കൊള്ളുമേന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്, ഞങ്ങൾ കർത്താവ് അല്പനേരം ദിവസത്തിലായിരിക്കുമ്പോൾ തിരുസാൻ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമെന്ന് ഞങ്ങൾക്ക് യേശു കർത്താൻ ഉയർന്നാമത്തെ തന്നെ. കർത്താവ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ചതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. എല്ലാവർക്കും പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. ഇരുന്നവനും ഇരിക്കുന്നവനും ആദ്യനും അന്ത്യനും അൽഫയും ഒമേഗയും വീണ്ടും വരുന്നവനുമായ നിസ്തുലനായ യേശു കർത്താവിന്റെ നാമത്തിൽ എല്ലാവർക്കും ക്രിസ്തീയ വന്ദനം ചൊല്ലുന്നു. ദൈവമായ കർത്താവ് എല്ലാവരെയും എല്ലാ നിലകളിലും ധാരാളമായി അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവവചന ശുശ്രൂഷയ്ക്കായി സമയങ്ങൾ വേർതിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച കൃപയാൽ നാം ചിന്തിച്ചത് അത്ഭുതമായതിലുള്ള പ്രവർത്തികൾ എന്നുള്ള ഒരു ചിന്തയായിരുന്നു. ഇന്ന് അതിൻ്റെ രണ്ടാമത്തെ പാർട്ട് നമ്മൾ ചിന്തിപ്പാനായിട്ട് പോകുകയാണ്. ആമേൻ. ഓപ്പറേറ്റിംഗ് ഇൻ ദ മിറക്കിൾസ്. ഹല്ലേലൂയ. അത്ഭുത ആയതിലുള്ള പ്രവർത്തികൾ. ആമേൻ. ഇന്ന് ഫേസ്ബുക്ക് ആയാലും യൂട്യൂബ് ആയാലും സോഷ്യൽ മീഡിയ ആയാലും നമ്മൾ വീക്ഷിച്ചാൽ കാണുന്നത് അത്ഭുതങ്ങളുടെ ശൃംഖലകളാണ്. യേശുവിൻ്റെ നാമത്തിൽ രോഗികൾ സൗഖ്യമാകുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ അതേ കടഭാരങ്ങൾ മാറുന്നു. യേശുവിൻ്റെ നാമത്തിൽ വിദേശത്തേക്ക് അനേകര് കടന്നു പോകുന്നു. യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെ അത്ഭുതങ്ങളുടെ വലിയൊരു ശൃംഖലകൾ തന്നെ സംഭവിക്കുന്നത് നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇവയൊക്കെ കാണുമ്പോൾ ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇത് അന്ത്യകാലമാണ്. എൻ്റെ നാമം ധരിച്ചുകൊണ്ട് അനേകർ എഴുന്നേൽക്കുന്ന ഒരു കാലഘട്ടങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത് എന്നുള്ള തിരിച്ചറിവ് നമുക്കെപ്പോഴും ഉണ്ടായിരിക്കണം. അത്ഭുതങ്ങളും അടയാളങ്ങളും നിന്നുപോയിട്ടില്ല. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവർത്തികളാലും
ഇന്നും ദൈവസഭ അതിൻ്റെതായ നിലകളിൽ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവിക കൂട്ടായ്മയ്ക്കകത്ത് കടന്നു വരുന്ന രോഗികൾ വചന ശുശ്രൂഷ വേളകളിൽ സൗഖ്യമാകാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. സർവോപരി വചനം കേൾക്കുന്ന വ്യക്തികൾ പാപബോധമുളവായി നിത്യതയ്ക്ക് വേണ്ടി അവർ വേർതിരിക്കപ്പെടുകയാണ്. ഇന്ന് പകലിലും ആമേൻ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന വേളകളിൽ ആമേൻ നിത്യതയ്ക്ക് വേണ്ടി ആമേൻ ഒരു കൂട്ടം വേർതിരിക്കപ്പെടുന്ന പകലായി മാറുമെന്ന് പറഞ്ഞാൽ എത്ര പേർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കും? ഹല്ലേലൂയ. ഞാൻ എൻ്റെ വചനമയച്ച് നിങ്ങളെ സൗഖ്യമാക്കുന്ന ദൈവമാണ്. ആമേൻ. സൗഖ്യം സംഭവിക്കും. എന്നാൽ സൗഖ്യത്തിന് വേണ്ടി, ഒരു അത്ഭുതത്തിന് വേണ്ടി അതേ വചനത്തിന് ശുശ്രൂഷിക്കേണ്ട ആവശ്യമില്ല. ആമേൻ. വചനം ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ സൗഖ്യം സംഭവിക്കും. ഹല്ലേലൂയ. ആമേൻ. വിടുതലുകൾ സംഭവിക്കും. ഹല്ലേലൂയ. അതിനെ ഹൈലൈറ്റ് ആക്കി ആമേൻ ഇന്നത്തെ മീഡിയകളിൽ ആമേൻ ഒരു ശൃംഖലയായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് പകൽ പാപിയെ ആമേൻ സ്നേഹിക്കുന്ന, പാപത്തെ വെറുക്കുന്ന സ്നേഹവാനായ ദൈവത്തിന്റെ സ്നേഹത്തെ അനുഭവിപ്പാൻ ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എന്നെ സ്നേഹിക്കാൻ ആരെങ്കിലും ഉണ്ടോ? എന്നെ കരുതുവാൻ ആരെങ്കിലും ഉണ്ടോ? ആമേൻ എന്ന് ചിന്തിക്കുന്ന ആരൊക്കെയോ എവിടെയൊക്കെയോ സ്വസ്ഥതയില്ലാതെ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇന്ന് പകൽ നിന്നെ സ്നേഹിക്കുന്ന ഒരുവനുണ്ട്. ഹല്ലേലൂയ. നിനക്ക് വേണ്ടി കരുതുന്നത് ആമേൻ നല്ല പിതാവുണ്ട്. ആ പിതാവിനെ വെളിപ്പെടുത്തുവാൻ അത്രേ ദൈവപുത്രനായി ക്രിസ്തു ഇന്നേക്ക് 2024 പരം വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ ജനിപ്പാനിടയായി തീർന്നത്. ഹല്ലേലൂയ. നമുക്കറിയാം ആമേൻ ഈ വർഷത്തിന്റെ അവസാന അതേ ദിവസങ്ങളിലേക്ക് നാം എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഡിസംബർ എന്ന് പറയുന്ന ആമേൻ ഒരു മാസം പിറന്നു കഴിഞ്ഞാൽ നമ്മുടെ വീടുകളുടെ ആമേൻ അതേ മുമ്പുകളിലും അതേ കടകമ്പോളങ്ങളിലും ഒക്കെ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു വസ്തുവുണ്ട്. ആമേൻ അതേ നക്ഷത്രമാണ്. ഹല്ലേലൂയ. ഒരിക്കൽ ഈ നക്ഷത്രത്തെ കണ്ട് സന്തോഷിച്ച വിദ്വാൻമാരുണ്ടായിരുന്നു. ഹല്ലേലൂയ. ആ നക്ഷത്രം അവരെ നയിച്ചത് ആമേൻ യേശുവിൻ്റെ അടുത്തേക്കാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ ജനനം ആമേൻ ഒരു ആഘോഷമായി പര്യവസാനിപ്പിക്കുന്ന ഒരു മാസത്തിലേക്ക് നാം കാലെടുത്തു വെക്കുവാൻ പോകുകയാണ്. ആണ്ടിലാണ്ട് പിറക്കുന്ന ഒരു ക്രിസ്തുവിനെ അല്ല നാം സേവിക്കുന്നത്. ഒരിക്കലായി നമുക്ക് വേണ്ടി ഈ ഭൂമിയിൽ ജനിച്ച് നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കാൽവറിയിൽ അവസാനത്തുള്ളി രക്തം വരെയും ഒഴുക്കി നമ്മെ വീണ്ടെടുത്ത ദൈവപുത്രനായ ക്രിസ്തുവിനെ അത്രേ ഇന്ന് പകൽ നാം ആരാധിക്കുന്നത്. ഹല്ലേലൂയ. അവന്റെ നാമം എവിടെ ഉച്ചരിക്കുന്നുണ്ടോ അവിടെയൊക്കെ ദൈവപ്രവൃത്തി ആമേൻ വെളിപ്പെട്ടിട്ടുണ്ട്. ഇന്ന് പകലിലും ആ ശ്രേഷ്ഠമായ നാമത്തിൽ കൂടി വരുവാൻ കൃപ ലഭിച്ച ദൈവമക്കളെ, നാം വായിച്ച തിരുവചനത്തിന്റെ 1-ാമത്തെ വാക്യം ആമേൻ ശബ്ദമുയർത്തി ഒരിക്കൽ കൂടെ വായിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. വായിച്ചാലും റോമാലേഖനം 13-ാം അധ്യായം 1-ാം വാക്യം. ഏതു മനുഷ്യനും ശ്രേഷ്ഠ അധികാരങ്ങൾക്ക് കീഴടങ്ങട്ടെ. ഏതു മനുഷ്യനായി ഈ ഭൂമിയിൽ ആയിരിക്കുന്ന ഏവരോടും ദൈവത്തിന്റെ വചനം പറയുന്നു, ശ്രേഷ്ഠ അധികാരങ്ങൾക്ക് കീഴടങ്ങട്ടെ. ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എൻ്റെ അകത്ത് ഇടപെട്ടുകൊണ്ടിരുന്ന ഒരു വേദഭാഗമാണ് ശ്രേഷ്ഠ അധികാരം. ഹല്ലേലൂയ. ആമേൻ. ലോകത്തിൽ ഒത്തിരി അധികാരങ്ങളുണ്ട്, അതൊന്നും ശ്രേഷ്ഠമല്ല. എന്നാൽ ശ്രേഷ്ഠമായ ഒരു അധികാരത്തെക്കുറിച്ച് അവൻ ദൈവസഭയുടെ കൂട്ടായ്മയ്ക്കകത്ത് കടന്നു വരുന്ന ദൈവമക്കൾ തിരിച്ചറിയുവാൻ പരിശുദ്ധാത്മാവിൽ നിയോഗം പ്രാപിച്ച് തൂലിക ചലിപ്പിച്ചെഴുതിയ തിരുവചനത്തിനകത്ത് എഴുതിയിരിക്കുകയാ. ഏതു മനുഷ്യനും ആമേൻ, അത് അപ്പനാകട്ടെ, അമ്മയാകട്ടെ, ഭാര്യയാകട്ടെ, ഭർത്താവാകട്ടെ, ആമേൻ, പ്രസിഡന്റ് ആകട്ടെ, അത് സെക്രട്ടറി ആകട്ടെ, ആമേൻ, ലോക്കലാകട്ടെ, ആമേൻ, അത് സെൻട്രൽ ആകട്ടെ, ആമേൻ, പ്രസ്ഥാനമാകട്ടെ, ആരും ഏതു മനുഷ്യനും ശ്രേഷ്ഠ അധികാരങ്ങൾക്ക് എന്ത് ചെയ്യണം? കീഴടങ്ങണം. ഹല്ലേലൂയ. കീഴടങ്ങപ്പെടാത്ത വ്യക്തികൾ എവിടെയുണ്ടോ അവിടെ അസ്വസ്ഥതകൾ ഉണ്ടാകും, അവിടെ അസമാധാനങ്ങൾ ഉണ്ടാകും, അവിടെ തകർച്ചകൾ ഉണ്ടാകും. ആമേൻ. ഹല്ലേലൂയ. അയ്യാം. ഏതു മനുഷ്യനും ശ്രേഷ്ഠ അധികാരങ്ങൾക്ക് കീഴടങ്ങട്ടെ. ദൈവത്താൽ അല്ലാതെ ഒരു അധികാരവും ഇല്ലല്ലോ. ദൈവമക്കളെ, ദൈവത്താൽ അല്ലാതെ ഒരു അധികാരവും ഇല്ലല്ലോ.
ഉള്ള അധികാരങ്ങളോ ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്നു. ഉള്ള അധികാരങ്ങളോ ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്നു. ആമേൻ. അപ്പൻ എന്തുണ്ട്? ഒരധികാരമുണ്ട്. അമ്മയ്ക്കൊരു അധികാരമുണ്ട്. ഭർത്താവിന് എന്തുണ്ട്? ഒരധികാരമുണ്ട്. ഭാര്യയ്ക്കൊരു അധികാരമുണ്ട്. ഒരു കമ്മ്യൂണിറ്റി എടുത്താൽ, ഒരു പഞ്ചായത്ത് എടുത്താൽ, ഒരു വില്ലേജ് എടുത്താൽ, ഒരു രാജ്യം എടുത്താൽ, എല്ലായിടത്തും ആമേൻ അധികാരികളെ നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. തിരുവചനം പറയുന്നു, ശ്രേഷ്ഠ അധികാരങ്ങൾക്ക് കീഴടങ്ങട്ടെ. ഹല്ലേലൂയ. അപ്പോ അധികാരസ്ഥന്മാരെ ശ്രേഷ്ഠന്മാരായി കാണുവാൻ ഇടയാകുന്നില്ലെങ്കിൽ അവരെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? അംഗീകരിക്കുവാനോ അനുസരിക്കുവാനോ സാധിക്കത്തില്ല. ഹല്ലേലൂയ. ഇന്ന് അനേകം ദൈവമക്കളുടെ അഥവാ ക്രിസ്ത്യാനികളുടെ പ്രശ്നം എന്തെന്ന് വെച്ചാൽ, അവർ ആരാധനയിൽ സംബന്ധിക്കും. ഹല്ലേലൂയ. സന്നദ്ധ സേവന ചെയ്യും, കൊയറിൽ ചേർന്ന് പാട്ടുപാടും. ആമേൻ. ഇതെല്ലാം തീർച്ചയായും നല്ലതായ കാര്യങ്ങളാണ്. ഹല്ലേലൂയ. എന്നാൽ അതിൽ ദുഃഖകരമായ ഭാഗം എന്തെന്ന് ആമേൻ അവരെന്ത് ചെയ്യുന്നില്ല, മനസ്സിലാക്കുന്നില്ല. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തുവുമായി വ്യക്തിപരമായി ബന്ധമില്ലാത്ത വ്യക്തികൾ എന്ത് ചെയ്യാറുണ്ട്? പാടാറുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കും, എന്താ ഈ ഞായറാഴ്ച കൂട്ടായ്മയ്ക്കകത്ത് ദൈവദാസൻ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇന്ന് ഈ അനേക സൺഡേ സർവീസുകൾ എന്ത് ചെയ്യാറുണ്ട്? നടക്കാറുണ്ട്. ഈ സൺഡേ സർവീസുകളിൽ കൊയറായി പാടുന്ന പലർക്കും വ്യക്തിപരമായി ദൈവവുമായിട്ട് എന്തില്ല? ബന്ധമില്ല. ആ സമയത്ത് വന്ന് പാടി ആമേൻ പോകുന്നതല്ലാതെ പിന്നീട് ദൈവവുമായി വ്യക്തിപരമായ ഒരു ബന്ധമില്ലാത്ത അനേകരുള്ള കാലഘട്ടങ്ങളിലൂടെയാണ് ഞാൻ നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. ദുഃഖകരമായ കാര്യം എന്താണ്? ഇങ്ങനെയുള്ള അനേകർക്ക് വ്യക്തിപരമായ ദൈവവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്നുള്ളതാണ്. ഹല്ലേലൂയ. ഈ കാരണത്താലാണ് പിശാച് അവരെ നോക്കി എന്ത് ചെയ്യുന്നത്? ചിരിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് അവർക്ക് പിശാചിന്മേലും അവന്റെ പ്രവൃത്തികളുടെ മേലും അധികാരമില്ലാതിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ കുടുംബത്തിന് നേരെ, നമ്മുടെ വ്യക്തിപരമാകുന്ന ജീവിതത്തിന് നേരെ, നമ്മുടെ വിദ്യാഭ്യാസത്തിന് നേരെ, നമ്മുടെ ജോലിക്ക് നേരെ, നമ്മുടെ ശുശ്രൂഷയ്ക്ക് നേരെ, നമ്മുടെ ഓരോ ഗമനത്തിന് നേരെ പിശാച് കൊണ്ടുവരുന്ന പ്രവർത്തികളെ തിരിച്ചറിഞ്ഞ് അതിന്മേൽ പ്രാർത്ഥിച്ച് ജയമെടുത്ത് മുന്നോട്ട് പോകുവാൻ കഴിയാതാകുന്നതിന്റെ കാരണം പാടാത്തത് കൊണ്ടല്ല, കൂട്ടായ്മയ്ക്കകത്ത് കടന്നു വരാത്തത് കൊണ്ടല്ല, സജീവമായി കാര്യങ്ങളിൽ പങ്കെടുക്കാത്തത് കൊണ്ടല്ല, വ്യക്തിപരമായി ദൈവവുമായിട്ടുള്ള ഒരു അഭേദ്യ ബന്ധമില്ലാതെ പോകുന്നത് കൊണ്ടാണ്. ഹല്ലേലൂയ. ഇന്ന് സഭയിൽ കടന്നു വരുന്ന കൂടുതൽ ആളുകൾക്കും പാസ്റ്റർമാരുമായി, പ്രവാചകന്മാരുമായി നല്ല ബന്ധങ്ങളുണ്ട്. ഹല്ലേലൂയ. പ്രവാചകന്മാര് എവിടെ വരുന്നു എന്ന് കേട്ടാൽ അവിടെ പോകും. പാസ്റ്റർമാരെ കണ്ടാൽ കൈ കൊടുക്കും. ഹല്ലേലൂയ. ദൈവദാസന്മാർ അവരുടെ മേൽ കൈവച്ച് ആമേൻ ആലോചനകൾ പറയുന്നത് കേൾക്കുവാൻ സന്തോഷമാണ്. ഹല്ലേലൂയ. ഇതെല്ലാം നല്ലതാണ്. എന്നാൽ വ്യക്തിപരമായി പ്രാർത്ഥനയ്ക്കോ വചനത്തിനോ വേണ്ടി അവർ ഒരിക്കലും സമയം എന്ത് ചെയ്യത്തില്ല? വേർതിരിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പാസ്റ്റർമാരെ കണ്ട കൈ കൊടുക്കും, പ്രവാചകന്മാരെ കണ്ട കൈ കൊടുക്കും, അവർക്ക് ആമേൻ അതേ കാണിക്ക കൊടുക്കും, ആമേൻ ഒക്കെ ചെയ്യും. പക്ഷേ വ്യക്തിപരമായി സമയം കണ്ടെത്തി തൻ്റെ ഭവനത്തിലിരുന്ന് ദൈവവചനം പഠിക്കുവാനോ പ്രാർത്ഥിക്കുവാനോ ആരാധിക്കുവാനോ ഇവർ എന്ത് ചെയ്യത്തില്ല? തയ്യാറാകത്തില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ആമേൻ വ്യക്തിപരമാകുന്ന ജീവിതത്തിൽ കടന്നു വരുന്ന പ്രതികൂലങ്ങളെ എങ്ങനെ അതിജീവിച്ച് മുമ്പോട്ട് പോകണമെന്ന് അതേ അറിയാതെ കണ്ട് അതിൻ്റെ മുമ്പിൽ തളരുകയും പതറുകയും ആമേൻ ചെയ്യുകയാ. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന വാത്സല്യ പ്രിയമുള്ളവരെ, നിങ്ങളാരും പിശാചിന്റെ തന്ത്രങ്ങളുടെ മുമ്പിൽ തകർന്നു പോകുവാൻ ഇടയാകരുത്. അവന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുവാൻ കഴിയണമെങ്കിൽ സർവായുധ വർഗം എന്ത് ചെയ്യണം? ധരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ആദിമസഭയിൽ പോലും, ആദിമസഭ എന്ന് പറയുന്നത്
1-ാം നൂറ്റാണ്ടിൽ കൂടി വന്ന സഭയെക്കുറിച്ചാണ്. ഹല്ലേലൂയ. ഇത്യാദി സംഭവങ്ങളെല്ലാം അവിടെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. വിശുദ്ധ തിരുവെഴുത്ത് എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 19-ാം അധ്യായം 14 മുതൽ 17 വരെയുള്ള വേദഭാഗങ്ങളാണ് ആമേൻ ആ വിഷയവുമായി നാം ചിന്തിക്കുവാനായിട്ട് പരിശുദ്ധാത്മാവ് നൽകിയിരിക്കുന്നത്. യേശുവിൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുന്നതിൽ ക്രിസ്തീയ ശിഷ്യന്മാർ ശക്തമായ ഒരു പേര് വളർത്തിയെടുക്കുവാൻ ആമേൻ ഇടയായി തീർന്നിട്ടുണ്ട്. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുന്നത് നന്നായി പ്രവർത്തിക്കുവാൻ കാരണമായി അങ്ങനെ ചില അവിശ്വാസികൾ പോലും അങ്ങനെ ചെയ്യുവാൻ തക്കവണ്ണം ഇടയായി തീർന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഭൂതങ്ങളെ പുറത്താക്കുന്നതിനുള്ള ഒരു ഫോർമുലയാണ് യേശുവിൻ്റെ നാമമെന്ന് അവർ എന്ത് ചെയ്തു? ചിന്തിച്ചു. ഹല്ലേലൂയ. എന്നാൽ എന്താണ് അവിടെ സംഭവിച്ചതെന്ന് ആമേൻ തിരുവചനത്തിലൂടെ നമുക്ക് നോക്കാം. ഇന്നും അനേക വേദികളിൽ, അനേക കൂട്ടായ്മകളിൽ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ അത് സംഭവിക്കുന്നത് മീഡിയയിലൂടെ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്, കേട്ടുകൊണ്ടിരിക്കുകയാണ്. ആദിമസഭയിലും ഇത്യാദി കാര്യങ്ങളൊക്കെ സംഭവിച്ചതായി തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായം 14 മുതൽ 17 വരെയുള്ള വാക്യം. ഇങ്ങനെ ചെയ്തവർ മഹാപുരോഹിതനായ സ്കേവ എന്നൊരു യഹൂദന്റെ 7 പുത്രന്മാരായിരുന്നു. നോക്കണേ, അത്ഭുതങ്ങൾ ചെയ്യുന്നു, അടയാളങ്ങൾ ചെയ്യുന്നു, വീര്യപ്രവൃത്തികൾ വെളിപ്പെടുത്തുന്നു. ഇങ്ങനെ ചെയ്തവർ മഹാപുരോഹിതനായ സ്കേവ എന്ന ഒരു യഹൂദന്റെ 7 പുത്രന്മാരായിരുന്നു. ദുരാത്മാവ് അവരോട് യേശുവിനെ ഞാൻ അറിയുന്നു. നോക്കിക്കേ, ഈ 7 പുത്രന്മാർ യേശുവിന്റെ നാമത്തിൽ വീര്യപ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരോട് എന്താത്മാവാണ്? ദുരാത്മാവ്. ഹലോ, ദുരാത്മാവ് അവരോട് യേശുവിനെ ഞാൻ അറിയുന്നു. യോ, നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? ദുരാത്മാവിനെ ആരെ അറിയാം? യേശുവിനെ അറിയാം. അപ്പൊ യേശു 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 എന്നും പറഞ്ഞ് തുള്ളുകയും ചാടുകയും ചെയ്യുമ്പോ ഇവരുടെ എല്ലാ അകത്ത് ആമേൻ ദൈവാത്മാവാണെന്ന് എന്ത് ചെയ്യരുത്? ചിന്തിച്ചു പോകരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. അയ്യോ, യേശുവിനെ കുറിച്ചാണല്ലോ പറയുന്നേ, യേശുവിനെ കുറിച്ചാണല്ലോ പാടുന്നേ, യേശുവിന്റെ നാമത്തിലാണല്ലോ ഇതൊക്കെ ചെയ്യുന്നേ. ഹല്ലേലൂയ. അങ്ങനെ ഒരു കൂട്ടായ്മയ്ക്കകത്ത് ആമേൻ ഒരു ആത്മാവ് അവരോട് യേശുവിനെ ഞാൻ എന്ത് ചെയ്യുന്നു? അറിയുന്നു. എല്ലാവരും പറയില്ലേ, എനിക്ക് യേശുവിനെ അറിയാം. യേശുവിനെ മാത്രമല്ല പൗലോസിനെയും പരിചയമുണ്ട്. ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് ആ ക്രൂശിൽ യാഗമായി തീർന്ന യേശുവിനെ യഥാർത്ഥമായി രുചിച്ചറിഞ്ഞ ഗമാലിയലിന്റെ കാൽക്കീഴിലിരുന്ന് ദൈവവചനം പഠിച്ച ദൈവസഭയ്ക്ക് അനുഗ്രഹീതമായ ലേഖനങ്ങൾ എഴുതുവാൻ ദൈവം ഉപയോഗിച്ച അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിനെ ആർക്കറിയാം? ഹലോ ഇത്രനി, ആർക്കറിയാം? ദുരാത്മാവിനറിയാം. ഇന്ന് പകൽ ഈ കൂട്ടായ്മയിൽ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയമുള്ളവരെ, നാം അറിയാതെ നമ്മെ നയിക്കുന്ന ആത്മാവ്, ഹല്ലേലൂയ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കണമെങ്കിൽ നാം എന്ത് ചെയ്യണം? അറിയണം, വേണ്ടേ? അതിനായി കാത്തിരിക്കണം. മാളിക മുറിക്കകത്ത് 120 കൂടിയിരുന്നപ്പോൾ യോവേലിന്റെ കാലഘട്ടത്തിൽ പ്രവചിച്ച ആ പ്രവചനത്തിന്റെ നിവർത്തി അവരിൽ വെളിപ്പെട്ടപ്പോൾ അവരത് അറിഞ്ഞു. ഹല്ലേലൂയ. അവരെന്തിനു വേണ്ടിയാ ഇരുന്നത്? അത് പ്രാപിക്കാനായിട്ടാണ്. ഹല്ലേലൂയ. അപ്പൊ ദൈവാത്മാവ് അവൻ നയിക്കുന്നവര്, ദൈവത്തിന്റെ ആത്മാവിന് വിധേയപ്പെട്ട് ജീവിക്കുന്നവര് പ്രാർത്ഥനയും ദൈവവചന ധ്യാനവും കൂട്ടായ്മയും ഒക്കെ ഉണ്ടാകും.
അവരെയാണ് ആര് നയിക്കുന്നത്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നയിക്കണമെങ്കിൽ ദൈവവചനപ്രകാരം ജീവിക്കണം, ദൈവവചനമനുസരിക്കണം. ശ്രേഷ്ഠ അധികാരങ്ങൾക്ക് എന്ത് ചെയ്യണം? കീഴ്പ്പെടണം. കീഴ്പ്പെടാൻ മനസ്സില്ലാത്ത, അംഗീകരിക്കാൻ മനസ്സില്ലാത്ത, കേൾക്കാൻ ആമേൻ തയ്യാറാണെങ്കിലും കേൾക്കുന്ന വചനമനുസരിച്ച് ജീവിക്കുവാൻ തയ്യാറാകാത്ത ഏത് മനുഷ്യനെയും നയിക്കുന്നത് ദുരാത്മാവാണ്. ദുരാത്മാവിനും അറിയാം യേശുവിനെ, ദുരാത്മാവിനും അറിയാം അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിനെ, ദുരാത്മാവിനും അറിയാം ദൈവത്തിന്റെ വചനം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽ നിന്നെ ഭരിക്കുന്നത് ഏതാത്മാവാണെന്ന് തിരിച്ചറിയണം. പ്രൈസ് ഗോഡ്. അതേ, കുടുംബ ജീവിതത്തിനകത്ത് ഉലച്ചലുകൾ ഉണ്ടാകാതെ സമാധാനപരമായി സന്തോഷകരമായി ജീവിതം മുമ്പോട്ട് നയിക്കണമെങ്കിൽ കുടുംബമെന്ന വ്യവസ്ഥ സ്ഥാപിച്ച ദൈവം തമ്പുരാൻ നൽകിയ ആ സമാധാനം അതേ അനുഭവിക്കണമെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധം വേണം. പ്രൈസ് ദി ലോർഡ്. ഏദനിൽ ആ കൂട്ടായ്മ ബന്ധം തകർന്നപ്പോഴാണ് സാത്താൻ അവരിൽ കയറി അവരുടെ കുടുംബത്തിൽ അസ്വസ്ഥതയും അതേ കണ്ണുനീരും ദുഃഖവും തലമുറകൾ അതേ ആമേൻ കൊലപാതകം ചെയ്യുന്നതും ഒക്കെ കാണുകയും കേൾക്കുകയും അതിൻ്റെ ആ ഭാരം പേറി കഴിയേണ്ടതായി ഒക്കെ വന്നത്. ഹല്ലേലൂയ. അപ്പൊ ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ ബന്ധം ആര് വിച്ഛേദിക്കുന്നുവോ, ദൈവവുമായിട്ടുള്ള ബന്ധം ആര് ഇല്ലാതായി ജീവിക്കുന്നുവോ അവരെയെല്ലാം ആരാക്രമിക്കും? ദുരാത്മാവ് ആക്രമിക്കും. ഹല്ലേലൂയ. ആ ദുരാത്മാവിനും അറിയാം ആരെ? യേശുവിനെ. ആ ദുരാത്മാവിനും അറിയാം ആരെ? പൗലോസിനെ. അടുത്തത്, എന്നാൽ നിങ്ങൾ ആരെന്ന് ചോദിച്ചു. ഹല്ലേലൂയ. ഇവരെ ആർക്കറിയത്തില്ല? ഈ 7 പേരെ ആർക്കറിയില്ല? ദുരാത്മാവിന് അറിയില്ല. പ്രൈസ് ദി ലോർഡ്. ദുരാത്മാവിന് യേശുവിനെ അറിയാം, യേശുവിന്റെ സഭയിലെ ശുശ്രൂഷകനായ പൗലോസിനെ അറിയാം. പക്ഷെ ഈ യഹൂദന്റെ മക്കളായ 7 പേരെ ആർക്കറിയില്ല? ദുരാത്മാവിന് അറിയില്ല. ആരോട് വായിക്കാം? പിന്നെ ദുരാത്മാവുള്ള മനുഷ്യൻ അവരുടെ മേൽ ചാടി. ഈ 7 പേരുടെ മേൽ ആര് ചാടി? ദുരാത്മാവുള്ള മനുഷ്യൻ ചാടി. അവരെ കീഴടക്കി. അവരെ എന്ത് ചെയ്തു? കീഴടക്കി. അപ്പൊ യേശുവിനെ പ്രസന്റ് ചെയ്ത് അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവൃത്തികൾ ചെയ്യുവാൻ മുന്നിട്ട് നിൽക്കുന്ന ഈ 7 പേരെ ആര് കീഴടങ്ങി? ദുരാത്മാവ് കീഴടങ്ങി. പിന്നെ ദുരാത്മാവുള്ള മനുഷ്യൻ അവരുടെ മേൽ ചാടി അവരെ കീഴടക്കി ജയിക്കയാൽ. കണ്ടോ? ഇപ്പൊ ആരാണ് ജയിക്കുന്നത്? പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ആമേൻ നാം ജയിക്കണമെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവും ദൈവവചനവും ആമേൻ ദൈവിക കൂട്ടായ്മയും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യണം? അതുകൊണ്ടാണ് പറയുന്നത് ശ്രേഷ്ഠ അധികാരങ്ങൾക്ക് എന്ത് ചെയ്യണം? കീഴ്പ്പെട്ടിരിക്കണം. ആമേൻ. ദൈവിക അധികാരത്തിന് നാം കീഴ്പ്പെടുന്നില്ലെങ്കിൽ സാത്താൻ നമ്മുടെ മേൽ എന്ത് ചെയ്യും? ആധിപത്യം സ്ഥാപിക്കും. ആമേൻ. സാത്താൻ നമ്മുടെ മേൽ ജയിക്കുവാനിടയാകും. ഹല്ലേലൂയ. നാം രോഗികളും ദുഃഖിതരും ക്ലേശിതരും മനോഭാരമുള്ളവരും ഒക്കെ ആയി മുമ്പോട്ട് പോകാതിരിക്കുവാൻ അതേ മരണത്തെ പാതാളത്തെ അതിജീവിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ വലതുഭാഗത്തേക്ക് കരേറിപ്പോയ യേശുവിനെ നാം എന്ത് ചെയ്യണം? ഹല്ലേലൂയ. അറിയേണ്ടതുപോലെ അറിയണം. ആമേൻ. അവനുമായിട്ടുള്ള ബന്ധം അനുദിനം എന്ത് ചെയ്യണം? നിലനിർത്തണം. അതിനെ വളർത്തണം. അതിന് നാം എന്ത് ചെയ്യണം? നമ്മുടെ ശരീരം വളരണമെങ്കിൽ, നമ്മുടെ ശരീരത്തിന്റെ കോശങ്ങൾ വളരണമെങ്കിൽ, അസ്ഥികൾ വളരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്ന ഫേവ ഒരു പേഷ്യന്റ് അടുത്ത് വന്നാൽ ആ പേഷ്യന്റിന്റെ ശരീരത്തിലെ രോഗങ്ങൾ മാറണമെങ്കിൽ മരുന്ന് കഴിക്കണമെന്ന് പറയല്ലേ? മരുന്ന് മാത്രം കഴിച്ചാൽ മതിയോ? മരുന്ന് കഴിക്കുന്നതിന് മുമ്പ് ആഹാരം കഴിക്കണമെന്ന് പറയും അല്ലേ? എന്തിനാ? ക്ഷീണം മാറി ആരോഗ്യമുണ്ടായി മുമ്പോട്ട് പോകണമെങ്കിൽ.
ഈ ഭൗതികമായ ശരീരത്തിന് അങ്ങനെ ഒരു കാര്യം ആവശ്യമാണല്ലോ. അതുപോലെ നമ്മുടെ ആത്മീയ ജീവിതം ആമേൻ ആരോഗ്യത്തോടെ മുമ്പോട്ട് പോകണമെങ്കിൽ നാം എന്ത് ചെയ്യണം? ദൈവ വചനം ഭക്ഷിക്കണം. ഹല്ലേലൂയ. നാം എത്രത്തോളം ദൈവത്തിന്റെ വചനം ഭക്ഷിക്കുമോ, നാം എത്രത്തോളം ദൈവത്തിന്റെ വചനം വായിക്കുമോ, എത്രത്തോളം ദൈവത്തിന്റെ വചനം ശ്രവിക്കുമോ, എത്രത്തോളം ദൈവിക കൂട്ടായ്മയിൽ നാം പങ്കാളിത്തം വഹിക്കുമോ, അത്രത്തോളം നമ്മുടെ ആത്മീയ മനുഷ്യൻ എന്ത് ചെയ്യാൻ തുടങ്ങും? വളരുവാൻ തുടങ്ങും, ബലപ്പെടുവാൻ തുടങ്ങും, ശക്തിപ്പെടുവാൻ തുടങ്ങും. അതുകൊണ്ടാണ് കുടുംബ പ്രാർത്ഥന വേണമെന്ന് പറയുന്നത്. അതിനാണ് കുടുംബത്തിൽ ഒരുമിച്ചിരുന്ന് വചനം വായിക്കണമെന്ന് പറയുന്നത്. അതിനാണ് കുടുംബത്തിനകത്തിരുന്ന് ദൈവവചനം ഡിസ്കസ് ചെയ്യണമെന്ന് പറയുന്നത്, പഠിക്കണമെന്ന് പറയുന്നത്. ഹല്ലേലൂയ. വീട്ടിലെ ആരാധന എന്ന് പറയുന്നത് അപ്പനും അമ്മയും ഭാര്യയും ഭർത്താവും മക്കളും ഒരുമിച്ച് ചേർന്നുള്ളതാ. ഹല്ലേലൂയ. അങ്ങനെ വീട്ടിനകത്ത് ആരാധിക്കുന്നവർക്കേ കൂട്ടായ്മയിൽ കടന്നു വന്ന് സ്വാതന്ത്ര്യത്തോടെ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ആരാധിക്കാൻ പറ്റത്തുള്ളൂ. വീട്ടിൽ ആരാധനയില്ലെങ്കിൽ കൂട്ടായ്മയ്ക്കകത്ത് വന്നിരിക്കുമ്പോൾ ആരാധിക്കണം ആഗ്രഹമുണ്ടെങ്കിലും ശരീരം അതിനുവേണ്ടി ഒരുക്കപ്പെടത്തില്ല. മാനസികമായി ശാരീരികമായി അസ്വസ്ഥത അനുഭവിച്ച് ആമേൻ ഒരു വല്ലാത്ത അസ്വസ്ഥതയിൽ എന്ത് ചെയ്യും? പോകേണ്ടതായിട്ട് വരും. എന്നാൽ വീട്ടിനകത്ത് ഭാര്യയും ഭർത്താവും മക്കളും അപ്പനും അമ്മയും ഒരുമിച്ചിരുന്ന് പാടി നോക്കിക്കേ, വചനം ധ്യാനിച്ചു നോക്കിക്കേ, വചനം പഠിച്ചു നോക്കിക്കേ, കൂട്ടായ്മയ്ക്കകത്ത് കടന്നു വരുമ്പോ അവർ ശക്തന്മാരായി ആമേൻ അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരുമെന്ന് പറഞ്ഞ ആത്മാവിന്റെ നിറവിൽ അന്യഭാഷകളിൽ ആരാധിച്ചു തുടങ്ങുമ്പോ തലമുറകൾ പ്രവചിക്കാൻ തുടങ്ങും, ദർശനങ്ങൾ കാണാൻ തുടങ്ങും. ഹല്ലേലൂയ. അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും അവിടെ സംഭവിക്കും. പാപികൾ മാനസാന്തരപ്പെടും. ഹല്ലേലൂയ. ദൈവസഭ അതിന്റെ നിലയിൽ വളരുവാൻ തുടങ്ങും. ഹല്ലേലൂയ. ഇന്ന് പകൽ ആ ഒരു നിലവാരത്തിലേക്ക് നമ്മെ പണിതെടുക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ നമുക്ക് നൽകി തരുന്ന വചനം വായിക്കുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. ഹല്ലേലൂയ. ആരോട് വായിച്ചേ? അവർ നഗ്നരും മുറിവേറ്റവരുമായ ആ വീട്ടിൽ നിന്ന് ഓടിപ്പോയി. ഇത് എഫെസോസിൽ പാർക്കുന്ന സകല യഹൂദന്മാരും യവനന്മാരും അറിഞ്ഞു. അവർക്കൊക്കെയും ഭയം തട്ടി. കർത്താവായ യേശുവിന്റെ നാമം മഹിമപ്പെട്ടു. കണ്ടോ? ഹല്ലേലൂയ. കർത്താവായ യേശുവിന്റെ നാമം എന്ത് ചെയ്തു? മഹിമപ്പെട്ടു. ഹല്ലേലൂയ. ആമേൻ. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 15-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ യേശുവിന്റെ അടുക്കിലേക്ക് വരുന്ന ഒരു ഭൂതഗ്രസ്തനെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. വായിക്കും. ലഗിയോൻ ഉണ്ടായിരുന്ന ഭൂതഗ്രസ്തൻ വസ്ത്രം ധരിച്ചും സുബോധം പൂണ്ടും ഇരിക്കുന്നത് കണ്ട് ഭയപ്പെട്ടു. ലഗിയോൻ ഉണ്ടായിരുന്ന ഭൂതഗ്രസ്തൻ വസ്ത്രം ധരിച്ചും സുബോധം പൂണ്ടും ഇരിക്കുന്നത് കണ്ട് ഭയപ്പെട്ട്. ആമേൻ. അപ്പൊ ഈ ഭൂതമുള്ള മനുഷ്യന്റെ സ്റ്റൈൽ എങ്ങനെയാണെന്നറിയോ? ഹലോ, ഭൂതമുള്ള മനുഷ്യന്റെ ജീവിത രീതി അതിന്റെ 3 വായിക്കും. ആർക്കും അവനെ ചങ്ങല കൊണ്ടുപോലും ബന്ധിച്ചുകൂടാഞ്ഞു. ആർക്കും അവനെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ചങ്ങല കൊണ്ടുപോലും ബന്ധിച്ചുകൂടാഞ്ഞു എന്ന് പറഞ്ഞാൽ ആര് പറഞ്ഞാലും അവൻ എന്ത് ചെയ്യില്ല? കേൾക്കത്തില്ല. അപ്പം പറഞ്ഞ കേൾക്കത്തില്ല, അമ്മ പറഞ്ഞ കേൾക്കത്തില്ല, കൂടെയുള്ള ആര് പറഞ്ഞാലും എന്ത് ചെയ്യില്ല? കേൾക്കില്ല. കാരണം അവനെ ഭരിക്കുന്നത് എന്താ? ദുരാത്മാവാണ്. ചില വീട്ടിൽ അങ്ങനെയുള്ള മക്കളുണ്ട്, ചില വീട്ടിൽ അങ്ങനെയുള്ള അച്ചാച്ചന്മാരുണ്ട്, ചില വീട്ടിൽ അങ്ങനെയുള്ള കാരണവന്മാരുണ്ട്, ചില വീട്ടിൽ അങ്ങനെയുള്ള ആന്റിമാരുണ്ട്, അമ്മമാരുണ്ട്, പെൺകുഞ്ഞുങ്ങളുണ്ട്. ആര് പറഞ്ഞാലും എന്ത് ചെയ്യില്ല? അംഗീകരിക്കില്ല, അനുസരിക്കില്ല, കേൾക്കും. പിന്നെ പറയുന്നവർ നാണം കെടുക അല്ലാതെ ഒരു രക്ഷയില്ല. ഹല്ലേലൂയ. അവന്റെ പാർപ്പ് 5:1 മുതൽ വായിച്ചു, അപ്പൊ ക്ലിയർ ആവും. അവർ കടലിന്റെ അക്കരെ ഗദരദേശത്തെത്തി. പടകിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യൻ കല്ലറകളിൽ നിന്ന് വന്ന് അവനെ എതിരേറ്റു. അവൻ പാർക്കുന്ന എവിടെയാ? കല്ലറകളിൽ നിന്ന് പുറപ്പെട്ടു വരുന്നതാണ് എന്ത്? ഹലോ, ശുദ്ധാത്മാവ്, ദുരാത്മാവ്.
അശുദ്ധാത്മാവ്. ഇതൊരുത്തന്റെ ശരീരത്തിൽ കയറിയുള്ള അവസ്ഥ എന്തായിരിക്കും? അതാണ് വചനം പറയുന്നു, ഭൂതഗ്രസ്തൻ അശുദ്ധാത്മാവുള്ള മനുഷ്യൻ ഇതെവിടുന്ന വന്നേ? കല്ലറകളിൽ നിന്ന്. കല്ലറകളിൽ ആരാ? ഹലോ, കല്ലറ എവിടെയുള്ളേ? സ്തോത്രം, ഹല്ലേലൂയ. അപ്പൊ ശ്രേഷ്ഠ അധികാരങ്ങൾക്ക് കീഴ്പ്പെടാത്തവർ ഓർത്തോണം, ദൈവവചനത്തിന് കീഴ്പ്പെടാത്തവർ ഓർത്തോണം, കല്ലറകളിൽ നിന്ന് ആരുടെ മേൽ കയറണമെന്ന് ചിന്തിച്ചൂടാടി ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ദുരാത്മാവ് വന്ന് ആരുടെ മേൽ കയറും? ഹലോ, ശ്രേഷ്ഠ അധികാരങ്ങൾക്ക് കീഴ്പ്പെടാതെ നടക്കുന്നവരിൽ കയറും. ഹല്ലേലൂയ. അങ്ങനെ കയറിക്കഴിഞ്ഞാൽ അവരുടെ സ്വഭാവത്തെക്കുറിച്ചാ പറയുന്നേ. വായിക്ക് താഴോട്ട്. ആർക്കും അവനെ ചങ്ങല കൊണ്ട് പോലും ബന്ധിച്ചുകൂടാനും. ആര് പറഞ്ഞാലും എന്ത് ചെയ്തില്ല. പിന്നെ പലപ്പോഴും അവനെ വിലങ്ങും ചങ്ങലയും കൊണ്ട് ബന്ധിച്ചിട്ടും അവൻ ചങ്ങല വലിച്ചു പൊട്ടിച്ചും വിലങ്ങ് ഉരമി ഒടിച്ചും കളഞ്ഞു. ആർക്കും അവനെ അടക്കുവാൻ കഴിഞ്ഞില്ല. അവൻ രാവും പകലും കല്ലറകളിലും മലകളിലും ഇടവിടാതെ നിലവിളിച്ചും തന്നെത്താൻ കല്ലുകൊണ്ട് ചതച്ചും പോന്നു. അവൻ യേശുവിനെ ദൂരത്ത് നിന്ന് കണ്ടോ? അപ്പൊ അവന്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആണ്. ദേഷ്യം വന്നു കഴിഞ്ഞാൽ സ്വയം എന്തെങ്കിലുമൊക്കെ ചെയ്ത് ശരീരത്തിൽ എന്ത് ചെയ്യും? ചിലര് അരിശം വന്നു കഴിഞ്ഞാൽ ഭിത്തിക്കെട്ടൊക്കെ എന്ത് ചെയ്യും? കൈ കിട്ടുന്നൊക്കെ അടിച്ചു പൊട്ടിച്ച് നാശകോശമാകും. ഹല്ലേലൂയ. ഇവനെന്തില്ല? സുബോധം എന്ന് പറയുന്ന ഒന്ന് ഇല്ല. ഹല്ലേലൂയ. അങ്ങനെയല്ലേ നമ്മൾ വായിച്ചത് 15-ാം വാക്യത്തില്. ലഗ്യോനുണ്ടായിരുന്ന ഭൂതഗ്രസ്തൻ വസ്ത്രം ധരിച്ചു. ആട്ടോ. അപ്പൊ ശരിയായിട്ട് അവൻ എന്ത് ചെയ്തില്ല? മാന്യമായ വസ്ത്രം ആരും ധരിക്കില്ല. അപ്പൊ ചിലരുടെ വസ്ത്രധാരണം കണ്ടാൽ അറിയാം ഇവനില് ഭൂതമാണോ ഉള്ളത്, ശരിയായ ആത്മാവാണോ ഉള്ളത്. നമ്മള് നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകളെയൊക്കെ നോക്കിക്കേ. ഹല്ലേലൂയ. സുബോധമുള്ളവർ എന്ത് ചെയ്യും? വസ്ത്രം ധരിക്കുന്നതിനെ ഫേവേ വസ്ത്രം എന്തിനാ ധരിക്കുന്നത്? നമ്മുടെ ശരീരം മറയ്ക്കണം, അല്ലേ? നമ്മളെ കാണുന്നവർക്ക് അയ്യേ ഇച്ചീച്ചിന്ന് എന്ത് ചെയ്യരുത്, തോന്നരുത്. പക്ഷെ ഇന്നത്തെ വസ്ത്രധാരണം എന്താ? ഹലോ, അമേ. ഇന്ന് കാണുന്നവർക്ക് എന്ത് കാണണം? ഇച്ചിച്ചി കാണണം. അങ്ങനെയുള്ള വസ്ത്രധാരണമാണ് ഇന്നത്തെ ട്രെൻഡ്. അപ്പൊ ഇവരൊക്കെ ഭരിക്കുന്നത് ഏത് ആത്മാവാ? എനിക്കറിയാം, ഇത് സോഷ്യൽ മീഡിയയിലൂടെ ഞാൻ പറയുന്നത്. ഹല്ലേലൂയ. ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത വചനം എനിക്ക് പറയാതിരിക്കാൻ പറ്റുമോ? അപ്പൊ ചിലരുടെ വസ്ത്രധാരണങ്ങൾ കാണുമ്പോൾ തിരിച്ചറിയണം, ഇവരെ ഭരിക്കുന്നത് ആരാണ്? ഹലോ, ദുരാത്മാവാണ്. ഹല്ലേലൂയ. അപ്പൊ ദുരാത്മാവ് ഉള്ള ഒരു മനുഷ്യന് സുബോധമില്ല. സുബോധം ഉണ്ടെങ്കിൽ കട കയറി വസ്ത്രം എടുക്കുമ്പോൾ സുബോധത്തോടെ എന്ത് ചെയ്യും? വസ്ത്രം എടുക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോ വസ്ത്രധാരണത്തിലൂടെ നാം ചിലരെ എന്ത് ചെയ്യണം? ഐഡന്റിഫൈ ചെയ്യണം. ഹല്ലേലൂയ. ഇസ്രായേലേ കേട്ടല്ലോ? ആമേൻ. ഹല്ലേലൂയ. വസ്ത്രം ധരിക്കുന്ന കാര്യം. പിന്നെ സുബോധം പൂണ്ടു ഇരിക്കുന്നത് കണ്ട് ഭയപ്പെട്ടു. സുബോധമില്ലാത്ത മനുഷ്യൻ എന്തൊക്കെ കാട്ടിക്കൂട്ടും?
ഹലോ, സുബോധമില്ലാത്ത മനുഷ്യനോട് ഭാര്യ പോയി സംസാരിച്ചാൽ എങ്ങനെ ഇരിക്കും? നമുക്ക് അറിയില്ലല്ലോ അല്ലേ? നമ്മുടെയൊക്കെ വീട്ടിൽ എല്ലാവരും സുബോധമുള്ളവരായതുകൊണ്ട് നമുക്ക് അറിയില്ല. പക്ഷെ സുബോധം ഇല്ലാത്ത വീട്ടില് സംസാരിക്കുന്നത് അയൽവക്കത്തിരിക്കുമ്പോൾ എന്ത് ചെയ്യും? അറിയും. ഹല്ലേലൂയ. അപ്പോ നമ്മെ ഭരിക്കുന്നത് ഏതാത്മാവാണ്? ദൈവാത്മാവാണോ ദുരാത്മാവാണോ? ഈ ദുരാത്മാവുള്ള മനുഷ്യൻ ദൂരെ നിന്ന് ആരെ കണ്ടു? നമ്മൾ നേരത്തെ വായിച്ചത് അശുദ്ധാത്മാവിന് ആരെ അറിയാം? യേശുവിനെ അറിയാം, പൗലോസിനെ അറിയാം. ഇവിടെ ഇതാ മാന്യമായി വസ്ത്രം ധരിക്കാത്ത, വീട്ടിൽ എന്ത് ചെയ്തില്ല, ഇരിക്കത്തില്ല. നേരം വെളുത്ത് എഴുന്നേറ്റാൽ എന്ത് ചെയ്യും? വന്നു കഴിഞ്ഞാൽ കിടക്കും. എങ്ങനെ കിടക്കുന്നത്? ബോധത്തോടെയാണോ? സുബോധമില്ലെന്ന്. അപ്പൊ ചിലർ പറയും ഇച്ചിരി കഴിച്ചാലേ എന്ത് ചെയ്യത്തുള്ളൂ, ക്ഷീണം മാറത്തുള്ളൂ. അപ്പൊ അത് കഴിച്ചു കഴിഞ്ഞ പിന്നെ ഉള്ള ബോധം കൂടെ പോയിട്ട് എന്ത് ചെയ്യും? ഹലോ, കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും സുബോധത്തോടെ എന്ത് ചെയ്യണം? പെരുമാറണ്ടേ? സുബോധമില്ലാത്ത മനുഷ്യൻ ചെയ്യുന്നത് എന്താണെന്ന് ആർക്കെങ്കിലും അറിയോ? അറിയോ? ടീച്ചർ ആന്റിയോട് ഞാൻ വന്നിട്ട് ചോദിക്കുക, മക്കൾ എന്ത് ചെയ്യും? സുബോധം ഉണ്ടെങ്കിൽ അമ്മേ ഞാൻ ഇന്നടുത്ത് പോവുകയാണെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? അപ്പൊ അമ്മയോട് വന്ന് ആരെങ്കിലും ചോദിച്ചാൽ പറയാ എന്റെ മകൻ ഇവിടെ പോയി. അപ്പൊ ശ്രേഷ്ഠ അധികാരവുമായി ബന്ധപ്പെട്ട് ദൈവസഭയ്ക്കകത്ത് ലേഖനം എഴുതാനുള്ള കാരണം എന്താ? രക്ഷിക്കപ്പെട്ടതാണെന്ന് പറഞ്ഞാൽ പോരാ, സ്നാനപ്പെട്ടതാണെന്ന് പറഞ്ഞാൽ പോരാ, യേശുവിനെ അറിയാമെന്ന് പറഞ്ഞാൽ പോരാ, പാടാൻ അറിയാമെന്ന് പറഞ്ഞാൽ പോരാ, പ്രാർത്ഥിക്കാൻ അറിയാമെന്ന് പറഞ്ഞാൽ പോരാ. ഹല്ലേലൂയ. ഇതൊക്കെ ആർക്കും അറിയാം. ദുരാത്മാവിനറിയാം, ഭൂതഗ്രസ്തനറിയാം. പക്ഷേ ഭൂതഗ്രസ്തൻ യേശുവിനെ കണ്ടപ്പോ ദൂരെ നിന്നേ എന്ത് ചെയ്തു? വന്നിട്ട് എന്താ പറഞ്ഞേ? അവൻ യേശുവിനെ ദൂരത്ത് നിന്ന് കണ്ടിട്ട് ഓടിച്ചെന്ന് അവനെ നമസ്കരിച്ചു. അപ്പൊ അവനെ ആരാധിക്കാനും ആർക്കറിയാം? നമസ്കരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ആരാധിക്കുക. അപ്പൊ ഈ ആരാധനയൊക്കെ കാണുമ്പോൾ ഇവന്റെ മേല് ശരിയായ ആത്മാവാണെന്ന് അറിയണമെങ്കിൽ ഇവന്റെ സ്വഭാവം എന്ത് ചെയ്യണം? അറിയണ്ടേ? നമ്മള് ദിവസങ്ങൾ കഴിയുന്നവരുടെ സ്വഭാവം എന്ത് ചെയ്യുന്നേ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ദുരാത്മാവ് യേശുവിന്റെ അടുത്തേക്ക് ഓടി വന്ന് അവനെ എന്ത് ചെയ്തു? നമസ്കരിച്ചു. അവൻ ഉറക്കെ നിലവിളിച്ചു. ഈ ദുരാത്മാവുള്ളവൻ എന്ത് ചെയ്യും? ഉറക്കെ നിലവിളിച്ചു. ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമെന്ന് വ്യർത്ഥമായി നിലവിളിച്ചു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്, ഇല്ലേ? ഇതേപോലെ ഭൂതഗ്രസ്തൻ എന്ത് ചെയ്യാ? ഉറക്കെ നിലവിളിച്ചു. യേശുവേ മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര. അയ്യോ, ഭൂതഗ്രസ്തൻ എങ്ങനെയാ? യേശുവേ മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എനിക്കും നിനക്കും തമ്മിൽ എന്ത്? ദൈവത്താണ് എന്നെ ദണ്ഡിപ്പിക്കരുതേ എന്ന് അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. എന്നെ എന്ത് ചെയ്യരുത്? ഉപദ്രവിക്കരുത്. വ്യർത്ഥമായി നിലവിളിച്ചത് എങ്ങനെയായിരുന്നു? ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ. യേശു ചോദിച്ചു ഞാൻ നിനക്ക് എന്ത്? അവൻ എന്ത് പറഞ്ഞു? എനിക്ക് കാഴ്ച. നിങ്ങൾ മനസ്സിലാക്കണം, വ്യർത്ഥമായി നിലവിളിച്ചത് അവന് കാഴ്ചയില്ലെന്നും അവന് കാഴ്ച നൽകുവാൻ കഴിയുന്ന ദൈവപുത്രനാണ് തൻ്റെ മുമ്പിൽ വന്നിരിക്കുന്നതെന്നും താൻ കേട്ടിട്ട് താൻ എന്ത് ചെയ്യാണ്? നിലവിളിക്കുക. ഇവിടെ യേശുവിനെ ദൂരത്ത് നിന്ന് കണ്ടിട്ടല്ലേ? അപ്പൊ ഭൂതഗ്രസ്തന് കാഴ്ചയാണ്. അവൻ യേശുവിനെ ദൂരത്ത് നിന്ന് എന്ത് ചെയ്തു? കണ്ടു. എന്നിട്ട് ഓടി അടുത്ത് വന്നിട്ട് വിളിച്ചിട്ട് പറയാണ്, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എന്നെ എന്ത് ചെയ്യരുത്? ദണ്ഡിപ്പിക്കരുത്.
അശുദ്ധാത്മാവേ, ഈ മനുഷ്യനെ വിട്ട് പുറത്തു പോക എന്ന് യേശു കൽപ്പിച്ചിരുന്നു. അപ്പോ ഇവൻ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ, ഇവന്റെ സംസാരം കണ്ടോ, ഇവന്റെ രീതി കണ്ടോ, ഇവന്റെ സ്വഭാവം എന്താണ്? യേശുവിനോട് അവൻ സംസാരിക്കുന്ന രീതി എന്താ? അവന്റെ ട്യൂണിങ്ങൊക്കെ കാണുമ്പോ ആത്മീയനാണെന്ന് എന്ത് ചെയ്യും? തോന്നിപ്പോവും, ഇല്ലേ? ആണോ ടീച്ചറേ? അവന്റെ വിളിയും അവന്റെ ഇടപാടും ഒക്കെ കാണുമ്പോൾ ഇവൻ ആത്മീയനാണെന്ന് തോന്നും. പക്ഷേ ഇവന്റെ വിളിക്കകത്ത് ആരും മയങ്ങിയില്ല. യേശു മയങ്ങിയില്ല. ഹല്ലേലൂയ. ഇവനെ കൊണ്ട് ഈ ചെയ്യിപ്പിക്കുന്ന ഇവന്റെ മേലുള്ള ആത്മാവിനെ ആര് തിരിച്ചറിഞ്ഞു? യേശു തിരിച്ചറിഞ്ഞു. ഇന്ന് പകൽ ആരാധിക്കുന്ന ദൈവ പൈതലേ, നിന്റെ വീട്ടിനകത്ത് നിന്നെ വിളിക്കുന്ന, നിന്റെ കൂടെ കഴിയുന്ന, നിന്റെ കൂടെ ആയിരിക്കുന്നവരുടെ മേലുള്ള ആത്മാവ് ഏതെന്ന് തിരിച്ചറിഞ്ഞ് ആമേൻ അതിനെ നീ ആമേൻ ദൈവസന്നിധിയിൽ ഏറ്റെടുത്ത അധികാരം കൊണ്ട് അതിനെ ആമേൻ മുൻപോട്ട് നയിക്കുവാൻ തയ്യാറാകുന്നില്ലെങ്കിൽ ആമേൻ നിന്റെ സമാധാനം നഷ്ടപ്പെടും. ആമേൻ നിന്റെ കുടുംബത്തിനകത്ത് അത് തകർച്ചകൾ ഉണ്ടാകും. ഹല്ലേലൂയ. ഇന്ന് പകൽ ഏതാത്മാവിനെയും തിരിച്ചറിഞ്ഞുകൊണ്ട് അതിന്മേൽ ജയമെടുക്കുവാൻ അധികാരമുള്ള യേശുവിനെ ആമേൻ സ്വീകരിച്ചിരിക്കുന്ന ദൈവ പൈതലേ, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തിരിക്കുക? അധികാരം തന്നിരിക്കുകയാണ്. അതുകൊണ്ട് യഥാർത്ഥമായി ദൈവത്തെ സേവിക്കുന്ന, ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കളെ, കുടുംബജീവിതത്തിനകത്ത് ആമേൻ, ദാമ്പത്തിക ജീവിതത്തിനകത്ത് ആമേൻ, വ്യക്തിപരമാകുന്ന ജീവിതത്തിനകത്ത് ആമേൻ, അത് വീണ്ടും പോലെ സന്തോഷിക്കുവാൻ കഴിയാതെ അസ്വസ്ഥത അനുഭവിച്ചുകൊണ്ട് ആരെങ്കിലും ഇന്ന് പകൽ ഈ സന്ദേശം ശ്രവിക്കുന്നുവെങ്കിൽ യഥാർത്ഥമായി ആത്മാവ് ആമേൻ, അധികാരത്തിന്റെ ആത്മാവ്, അഭിഷേകത്തിന്റെ ആ നിറവിൽ ആമേൻ നീ മുമ്പോട്ട് പോകുവാൻ ഇടയാകുമെങ്കിൽ നിന്റെ കൂടെ കഴിയുന്നവരുടെ മേലുള്ള ആമേൻ ആത്മാവിനെ തിരിച്ചറിഞ്ഞ് അവരെ യഥാസ്ഥാനപ്പെടുത്തി മുമ്പോട്ട് കൊണ്ടുപോകുവാൻ വ്യക്തിപരമായ ഒരു ബന്ധം ഞാനും നിങ്ങളും ദൈവത്തിന് എന്ത് ചെയ്യണം? പ്രാപിച്ചെടുക്കണം. ഹല്ലേലൂയ. ദൂരേന്ന് കാണുമ്പോ നീട്ടി വിളിക്കും. ആര്? ഭൂതഗ്രസ്തൻ. യേശുവേ അല്ലേ? ചില സമയത്ത് അമ്മേന്നൊക്കെ നീട്ടി വിളിക്കുന്നത് സന്തോഷം കേൾക്കുന്നല്ലേ? ആ വിളിക്കുന്ന ആ വ്യക്തി തന്നെ നമ്മളെ വേദനിപ്പിക്കുന്ന, നമ്മളെ നൊമ്പരിപ്പിക്കുന്ന, നമ്മളെ കണ്ണുനീരിലാക്കുന്ന അനുഭവത്തിലൂടെ പോകുന്നെങ്കിൽ ആ വ്യക്തിയുടെ മേലെ എന്തുണ്ട്? ദുരാത്മാവുണ്ട്. കാരണം അവന് സുബോധമില്ല. സുബോധം ഉണ്ടെങ്കിൽ യേശുവിനോട് അങ്ങനെ സംസാരിക്കോ? എനിക്ക് നിനക്ക് തമ്മിൽ എന്താ? യേശു ആരാണെന്ന് ശരിയായ അറിവുണ്ടെങ്കിൽ യേശുവിനോട് അങ്ങനെ സംസാരിക്കോ? ഇതെന്റെ ഭാര്യയാണ്, ഇവളോട് ഇങ്ങനെ എന്ത് ചെയ്യാൻ പറ്റില്ല, സംസാരിക്കാൻ പറ്റില്ല എന്ന് സുബോധം ഉണ്ടെങ്കിൽ എന്ത് ചെയ്തില്ല? സുബോധം ഇല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? ഇതെന്റെ അമ്മയാണ്, അമ്മയോട് ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല. ഇതെന്റെ അപ്പനാണ്, എന്റെ അപ്പനോട് ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല എന്നുള്ള തിരിച്ചറിവ് ആർക്കില്ല? ഈ ഭൂതഗ്രസ്തന് ഇല്ല. അപ്പ എനിക്ക് തരേണ്ട ഓഹരിയൊക്കെ എന്ത് ചെയ്യണം? ഇപ്പൊ തരണം. ആരാ പറഞ്ഞേ? വീട്ടിലെ ഇളയ മകൻ അല്ലേ? അതും വാങ്ങി ഇറങ്ങിയപ്പോ കൂടെ കൂടാൻ ആരുണ്ടായിരുന്നു? കൂട്ടുകാരുണ്ടായിരുന്നു ഇല്ലേ? കൂട്ടുകാരൊക്കെ എത്ര നാളുണ്ടായിരുന്നു? അപ്പന്റെ കയ്യിൽ നിന്ന് വാങ്ങിയത് തീരുന്നത് വരെ. തീർന്നു കഴിഞ്ഞപ്പോ കൂട്ടുകാരൊക്കെ കൈയൊഴിഞ്ഞു. ഇപ്പൊ ആരുണ്ട്? ഹലോ, പന്നികളുണ്ട്. പന്നികൾ കുടിക്കോ? പന്നി നല്ല ആഹാരം കഴിക്കുമോ? ഇപ്പൊ ചിലരുടെ ആഹാര രീതി കണ്ടാൽ അറിയാം ഇവന് സുബോധമുണ്ടോ. ഹല്ലേലൂയ. ചിലരുടെ കൂട്ടുകെട്ട് കണ്ടാൽ അറിയാം ഇവന് ദൈവാത്മാവുണ്ടോ. ദൈവാത്മാവുമായിട്ടുള്ളവരുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അങ്ങനെയുള്ളവരുമായിട്ട് കൂട്ടുകൂടാൻ എന്തില്ല?
താല്പര്യമില്ല. പിന്നെ പന്നികളെ പോലെ നടക്കുന്ന, പന്നികളെ പോലെ എന്ന് പറഞ്ഞ ഹലോ, അങ്ങനെയൊക്കെ ഉള്ള ആളുകളുമായിട്ട് ആമേൻ സമയം ചെലവഴിക്കാൻ ആർക്ക് താല്പര്യം? ഹലോ, സുബോധം ഉണ്ടെങ്കിൽ അപ്പനോട് എനിക്ക് തരാനുള്ളതും താന്ന് പറഞ്ഞ് വാങ്ങിക്കൊണ്ട് പോവോ? അപ്പൻ തരേണ്ട സമയത്ത് എന്ത് ചെയ്യും? തരും. അപ്പനുള്ളത് മക്കൾക്കുള്ളതല്ലേ, അത് ചോദിക്കാതെ തരില്ലേ? അപ്പൊ ചോദിച്ച് വാങ്ങിപ്പോയവൻ കൂട്ടുകാര് കൂടി എല്ലാം തീർന്നു. അവസാനം സുബോധം വന്നപ്പോൾ അവൻ ചിന്തിച്ചു തുടങ്ങി, എന്റെ അപ്പന്റെ ഭവനത്തിൽ ഇല്ലേ? അങ്ങനല്ലേ വായിക്കും. ഹല്ലേലൂയ. ഓക്കെ, താഴോട്ട് വായിക്കാം. യേശുവിന്റെ അടുക്കൽ വന്നു. ലെഗിയനുണ്ട്. ഈ മനുഷ്യനെ വിട്ടുപോക എന്ന് യേശു കൽപ്പിച്ചിരുന്നു. നിന്റെ പേരെന്ത് അവനോട് ചോദിച്ചതിന് എന്റെ പേർ ലെഗിയോൻ, ഞങ്ങൾ പലരാകുന്നു എന്ന് അവൻ ഉത്തരം പറഞ്ഞു. ഇപ്പൊ ഇവന്റെ മേല് കല്ലറയ്ക്കകത്തുനിന്ന് കൂടി എത്ര പേരുണ്ട്? ഇസ്രായേലി ദൈവത്തെ ഭയപ്പെട്ട് നേരെ ചൊവ്വേ ജീവിച്ചില്ലെങ്കിൽ കെട്ടിത്തൂങ്ങിയവന്റെയും പോന്ന വഴിക്ക് കെട്ടിത്തൂങ്ങി അവനിൽ നിന്ന് എന്തുപോയി? ആത്മാവ് പോയി. അവൻ കെട്ടിത്തൂങ്ങാൻ കാരണം എന്താ? യൂത കെട്ടിത്തൂങ്ങാൻ കാരണം എന്താ? ഓക്കെ, യേശുവിനെ ഒറ്റിക്കൊടുത്തു, കാശ് വാങ്ങി, അവന്റെ സ്വസ്ഥത എന്ത് ചെയ്തു? നഷ്ടപ്പെട്ടു. കാശുള്ളത് കൊണ്ട് സ്വസ്ഥത ഉണ്ടാകണമെന്നില്ല. അങ്ങനെ ഉണ്ടായിരുന്നു യൂത രക്ഷപ്പെടില്ലായിരുന്നു. യൂതയ്ക്ക് എന്ത് കിട്ടി? കാശ് കിട്ടി. കിട്ടിയ കാശിന് വസ്തു വാങ്ങിയില്ലേ? വസ്തു വാങ്ങിയത് കൊണ്ടോ കാശ് കിട്ടിയത് കൊണ്ടോ സ്വസ്ഥത എന്ത് ചെയ്യത്തില്ല? കിട്ടത്തില്ല. നേരായ മാർഗത്തിൽ സമ്പാദിച്ചാലേ അത് സ്വസ്ഥതയോടെ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? അനുഭവിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ യേശുവിന്റെ കൂടെ ആയിരുന്നെങ്കിലും യൂദയ്ക്ക് യേശുവായിട്ടുള്ള കൂട്ടായ്മ ബന്ധത്തിനകത്ത് എന്തില്ലായിരുന്നു? ദൃഢമായ ബന്ധമില്ലായിരുന്നു. യേശുവിന്റെ കൂടെ നടക്കുന്നു, 12 ശിഷ്യന്മാരിൽ ഒരുവനായിരുന്നു. പക്ഷേ അവന് ദൈവവുമായിട്ടുള്ള യേശുവായിട്ടുള്ള കൂട്ടായ്മ ബന്ധം എന്തല്ലായിരുന്നു? സ്ഥിരതയുള്ളതായിരുന്നില്ല. അവന്റെ അകത്താണ് ആര് കയറിയത്? ദുരാത്മാവ് കയറിയത്. ദുരാത്മാവ് കയറിയപ്പോ 12 ശിഷ്യന്മാരിൽ ഒരുവനായിട്ട് അവൻ മാറിയില്ല. അവൻ ഒറ്റയ്ക്ക് നടന്ന് അവൻ അവസാനം എന്ത് ചെയ്യേണ്ടി വന്നു? സൂയിസൈഡ് ചെയ്യേണ്ടി വന്നു. അപ്പോ ഈ സൂയിസൈഡ് ചെയ്യാൻ കാരണം എന്താ? പണമില്ലായ്മയല്ല, ആണോ? അല്ല. വസ്തു ഇല്ലായ്മയാണോ? അല്ല. സ്വസ്ഥത എന്ന് പറയുന്ന ഒന്ന് ഇല്ല. എന്താ സ്വസ്ഥത ഇല്ലാതാകാൻ കാരണം? സുബോധം നഷ്ടപ്പെട്ടു. സുബോധം ഉണ്ടെങ്കിൽ യേശുവിനെ അവൻ എന്ത് ചെയ്യില്ലായിരുന്നു? ചുംബിക്കത്തില്ലായിരുന്നു. സുബോധം ഉണ്ടായിരുന്നെങ്കിൽ അവൻ യേശുവിന് വിറ്റ് കാശ് എന്ത് ചെയ്യത്തില്ലായിരുന്നു? വാങ്ങിക്കത്തില്ലായിരുന്നു. അപ്പൊ സുബോധമില്ലാത്ത ഒരു മനുഷ്യൻ വീട്ടിലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പനോട് ചോദിച്ചു വാങ്ങി പോകാൻ കാരണം എന്താ? സുബോധം. അപ്പൊ അമ്മയാണ്, അമ്മയോട് ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല, അപ്പനോട് ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല, ഭാര്യയോട് ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല, മക്കളോട് ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല എന്ന് ആമേൻ ബോധമില്ലാത്ത അവസ്ഥ. അവൻ എന്തും കാട്ടിക്കൂട്ടും, അവൻ എന്തും ചെയ്യും. ഹല്ലേലൂയ. അപ്പോ ഈ മനുഷ്യൻ ആമേൻ വായിച്ച മോളെ താഴോട്ട്. നാട്ടിൽ നിന്ന് തങ്ങളെ അയച്ചു കളയാതിരിപ്പാൻ. എങ്ങനെ? നാട്ടിൽ നിന്ന് തങ്ങളെ അയച്ചു കളയാതിരിപ്പാൻ. ഞങ്ങളിൽ ഇപ്പൊ പലരാണോ? അപ്പൊ ഇവന്റെ സ്വഭാവം ഇപ്പൊ പല സ്വഭാവമാണ്. ഹലോ, ഈ ഒന്നിന്റെ നിറം മാറുന്നത് പോലെ സ്വഭാവം എന്ത് ചെയ്യും? മാറിക്കൊണ്ടിരിക്കും. ഹല്ലേലൂയ. ഇവിടെ ഈ ദുരാത്മാവ് ഉള്ള മനുഷ്യനോട് യേശു സംസാരിച്ചു. അവൻ പറയാൻ ഞങ്ങൾ ഒത്തിരി പേരുണ്ട്.
നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ വായിച്ചു, ഇത് എവിടുന്നാ വരുന്നത്? കല്ലറ. അപ്പൊ തൂങ്ങി മരിച്ച ആള് മരിക്കാൻ കാരണം അവന് സ്വസ്ഥത ഉണ്ടായിരുന്നെങ്കിൽ മരിക്കുമായിരുന്നോ? ഇല്ല. അപ്പൊ അവനിൽ നിന്ന് പുറത്തു ചാടിയ ആത്മാവിന് എന്തില്ല? സ്വസ്ഥതയില്ല. അപ്പൊ ഫേബ ഇങ്ങനെ നടന്നു പോവാ. പേടിക്കട്ടെ കേട്ടോ. ഫേബ ഇങ്ങനെ നടന്നു പോകുമ്പോ സ്വസ്ഥതയില്ലാതെ തൂങ്ങി മരിച്ച മനുഷ്യന്റെ ആത്മാവ് ഫേബയുടെ അകത്തേക്ക് അങ്ങ് കയറുകയാണ്. പിന്നെ ഫേബയ്ക്ക് എന്താവും? പിന്നെ ഫേബയുടെ ചിന്ത എന്തായിരിക്കണം? സ്വസ്ഥതയില്ലാത്ത മനുഷ്യൻ വീട്ടിൽ അസ്വസ്ഥത ഉണ്ടാക്കും, ഇല്ലേ? അപ്പൊ വീട്ടിൽ പിന്നെ എന്നും ഈ നരകത്ത് ജീവിക്കുന്നതിനെക്കാട്ടിലും നല്ലത് എന്താണ്? തൂങ്ങി മരിക്കുന്നതാണ്. ഈ ചിന്ത നിന്റെ അകത്ത് കയറാൻ കാരണം എന്താ? ആ തൂങ്ങി മരിച്ചവന്റെ ആത്മാവ് നിന്റെ അകത്ത് കയറിയത് കൊണ്ട്. അതെങ്ങനെ കയറി? ശ്രേഷ്ഠ അധികാരത്തിന് എന്ത് ചെയ്യുന്നില്ല? കീഴ്പ്പെടുന്നില്ല. ഏതാ ശ്രേഷ്ഠ അധികാരം? അമ്മ ശ്രേഷ്ഠയാണെന്ന് ചിന്തിക്കുന്നവർക്ക് അമ്മ ആരാകത്തുള്ളൂ? അപ്പൻ ശ്രേഷ്ഠനാണെന്ന് ബോധമുള്ളവർക്ക് അപ്പനെ ശ്രേഷ്ഠനായിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ദൈവദാസന്മാർ ശ്രേഷ്ഠനാണെന്ന് ചിന്തിക്കുന്നവർക്ക് എന്ത് ചെയ്യത്തുള്ളൂ? അവരെ അംഗീകരിക്കാൻ. സുബോധമുള്ളവർക്ക് ഇതൊക്കെ എന്ത് ചെയ്യും? സുബോധം ഇല്ലാത്തവർക്ക് എന്ത് ചെയ്യത്തില്ല? എന്ത് പറഞ്ഞാലും അങ്ങോട്ട് എന്ത് ചെയ്യില്ല. അപ്പൊ ഈ സുബോധം നഷ്ടപ്പെട്ടത് എപ്പോഴാ? എപ്പോ അനുസരണക്കേട് കാണിച്ചോ അപ്പോ ഈ കല്ലറകളിൽ നിന്നും സ്വാഭാവിക മരണമുണ്ടല്ലേ? ഏറെയായാൽ 70-80. അങ്ങനെ നല്ല വാർദ്ധക്യത്തിലെത്തി മക്കളെയും കൊച്ചുമക്കളെയൊക്കെ കണ്ട് സന്തോഷത്തോടെ മരിച്ച ആത്മാക്കൾ, അവരുടെ ആത്മാവ് എന്ത് ചെയ്യത്തില്ല? ആരുടെ അകത്ത് കയറത്തില്ല. ജീവിതത്തിൽ എവിടെയോ എന്തൊക്കെയോ സംഭവിച്ചിട്ട് അസ്വസ്ഥനായി അസ്വാഭാവികമായ മരണം. ഇങ്ങനെയുള്ളവരുടെ ആത്മാക്കൾ എന്ത് ചെയ്യും? അലഞ്ഞു നടക്കും. കാരണം ദൈവം വിളിച്ചിട്ടല്ല അവർ പോയത്. ദൈവം വിളിച്ചിട്ടാ പോകുന്നതെങ്കിൽ ആ ആത്മാവിനെ ദൈവം എന്ത് ചെയ്യും? ഒരുക്കിയ വസതിയിലേക്ക് സ്വീകരിക്കും. അല്ലാത്തവരുടെ ആത്മാവ് എന്ത് ചെയ്യും? അലഞ്ഞു നടക്കും. ഈ അലഞ്ഞു നടക്കുന്ന ആത്മാവ് ആരിൽ കയറും? അനുസരണം കെട്ട് അമ്മയെ ഭയമില്ല, അപ്പനെ ഭയമില്ല, ദൈവത്തെ എന്തില്ല. അതുകൊണ്ടാണ് മോളെ ഞാൻ പറഞ്ഞത്, കാണപ്പെടുന്ന ദൈവങ്ങളാണ് ആര്? ഹലോ, ആര്? കാണപ്പെടുന്ന ദൈവങ്ങളാണ് ആര്? അമ്മ, അപ്പൻ, ഗുരു. മാതാപിതാ, ഗുരു. അമ്മയെ അനുസരിക്കാത്ത, അപ്പനെ അനുസരിക്കാത്ത, ഗുരുക്കന്മാരെ അനുസരിക്കാത്ത ഏതൊരു വ്യക്തിക്കും ആരെ അനുസരിക്കാൻ പറ്റില്ല? കാണപ്പെടാത്ത ദൈവത്തെ അനുസരിക്കാൻ പറ്റില്ല. കാണപ്പെടാത്ത ദൈവത്തെ അനുസരിക്കണമെങ്കിൽ നിന്നെ നൊന്ത് പ്രസവിച്ച അമ്മയെ നീ എന്ത് ചെയ്യണം? അംഗീകരിച്ചാലേ അനുസരിക്കാൻ പറ്റുള്ളൂ. അംഗീകരിക്കാത്ത ആർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല? അനുസരിക്കാൻ പറ്റില്ല. എന്നെ കേൾക്കുന്ന തലമുറകളെ, അമ്മയ്ക്ക് നിന്റെ ഒപ്പം പഠിപ്പില്ലായിരിക്കാം, അമ്മയ്ക്ക് നിന്റെ ഒപ്പം ഗ്ലാമറില്ലായിരിക്കാം. അതെന്താ കാര്യം എന്നറിയോ? നീ ഗ്ലാമർ ഉണ്ടാകാൻ വേണ്ടി ആമേൻ അതെ വയറ് മുറുക്കി ഉടുത്ത് ആമേൻ നീ കിടന്ന് കരഞ്ഞപ്പം ഉണർന്നിരുന്ന് നിന്നെ പാലൂട്ടി വളർത്തി ശരീരത്തിന്റെ ആരോഗ്യത്തെ എന്ത് ചെയ്തു? ഗ്ലാമർക്ക് എന്ത് ചെയ്തു? ഇന്നത്തെ നിന്റെ ഗ്ലാമറൊക്കെ നീ ഒരു അമ്മയായി നിന്റെ കുഞ്ഞിനെ നീ പാലൂട്ടി വളർത്തി. ഇന്നത്തെ ആമേൻ ജനറേഷന് കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കാനൊന്നും എന്തില്ല. കാരണം ഗ്ലാമർ നഷ്ടപ്പെടും, ആരോഗ്യം നഷ്ടപ്പെടും. ഹല്ലേലൂയ. എന്റെ അമ്മയെ പോലാകാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് ആമേൻ എങ്ങനെയൊക്കെ ഉണ്ടായ മക്കൾ എന്ത് ചെയ്തു?
ഇന്ന് മക്കൾ വേണ്ടെന്ന. ഹല്ലേലൂയ. പക്ഷെ ദൈവത്തിന്റെ കാറ്റഗറി, ദൈവത്തിന്റെ സിസ്റ്റത്തിനകത്ത് ആമേൻ നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി വെച്ചു പെരുകണമെന്നാ പറഞ്ഞിരിക്കും. ഹല്ലേലൂയ. അപ്പോ ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥ തെറ്റിച്ച് ദൈവിക അംഗീകാരം മനസ്സിലാക്കാതെ ജീവിക്കുന്നത് കൊണ്ടാണ് ഈ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ആത്മാക്കളൊക്കെ ആരിൽ കയറുന്നത്? ഈ വ്യക്തികളിൽ കയറുന്നത്. അങ്ങനെ കയറിയ വ്യക്തികളാണ് വീട്ടിലെന്ത് ചെയ്യത്തില്ല, ആരെയും വകവെക്കത്തില്ല, അപ്പൻ അംഗീകരിക്കത്തില്ല, അപ്പൻ പറഞ്ഞാൽ അത് കേൾക്കത്തില്ല. ഹല്ലേലൂയ. ഞാൻ എത്ര വളർന്നാലും എൻ്റെ അപ്പൻ ജീവനോടുണ്ടെങ്കിൽ ഞാൻ അപ്പനെ എന്ത് ചെയ്യണം? ഹല്ലേലൂയ. അപ്പം പറയുന്നതെല്ലാം അങ്ങനെ തന്നെ അംഗീകരിക്കണമെന്നല്ല പറഞ്ഞത്. ദൈവവചനത്തിന്റെ വ്യവസ്ഥയിൽ പറയുന്ന കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യണം? ഓക്കെ, താഴോട്ട് വായിക്കാം. നാട്ടിൽ നിന്ന് ഞങ്ങളെ അയച്ചു കളയാതിരിപ്പാൻ ഏറിയൊന്ന് അപേക്ഷിച്ചു. അവിടെ മലേരിയയിൽ ഒരു വലിയ പന്നിക്കൂട്ടം മേഞ്ഞുകൊണ്ടിരുന്നു. ആ പന്നികളിൽ കടക്കേണ്ടതിന് ഞങ്ങളെ അയക്കണമെന്ന് അവർ അവനോട് അപേക്ഷിച്ചു. ഇനി മോളെ ലൂക്കോസ് 8:29 വേഗം വായിച്ചേ, നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കും. ലൂക്കോസ് 8:29. അവൻ പ്രാർത്ഥിക്കുമ്പോൾ മുഖത്തിന്റെ ഭാവം മാറി, ഉടുപ്പ് മിന്നുന്ന വെള്ളയായും തീർന്നു. രണ്ട് പുരുഷന്മാർ അവനോട് കൂടെ സംഭാഷിച്ചു. ലൂക്കോസ് 8:29 ആണോ? അവൻ അശുദ്ധാത്മാവിനോട് ആ മനുഷ്യനെ വിട്ടുപോകുവാൻ കൽപ്പിച്ചിരുന്നു. അവൻ ആ മനുഷ്യനെ വിട്ടുപോകുവാൻ കൽപ്പിച്ചിരുന്നു. അത് വളരെ കാലമായി അവനെ ബാധിച്ചിരുന്നു. അപ്പോ ഇതൊരു ബാധയാണ്. ഏത്? ഹലോ, അശുദ്ധാത്മാവെന്ന് പറയുന്നത് ഒരു ബാധയാണ്. ബാധ പോലെ എൻ്റെ പുറകെ കൂടിയിരിക്കുക എന്നൊക്കെ പറയില്ലേ? ഇനിയിപ്പോ എന്നെ കൊണ്ടേ പോവുള്ളൂ. അതുകൊണ്ട് യൂത്ത് മോളെ ഈ ബാധയൊന്നും കൂട്ടി എന്ത് ചെയ്യരുത്, നടക്കാൻ ഇടയാകരുത്. സ്വന്തം ചില ബാധ കൂടെ കൂടിയ എന്താവും? നിങ്ങളെ കൊണ്ടേ പോകത്തുള്ളൂ. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ അവൻ അശുദ്ധാത്മാവിനോട് ആ മനുഷ്യനെ വിട്ടുപോകുവാൻ കൽപ്പിച്ചിരുന്നു. മുഖമേ ഇതൊരു ബാധയാ. അത് വളരെ കാലമായി അവനെ ബാധിച്ചിരുന്നു. കേട്ടോ, പ്രാർത്ഥിച്ച് വിടുതലെടുക്കുക. ഹല്ലേലൂയ. അവനെ ചങ്ങലയും വിലങ്ങും ഇട്ട് ബന്ധിച്ചിട്ട് സൂക്ഷിച്ചിരുന്നിട്ടും അവൻ ബന്ധനങ്ങളെ തകർക്കുകയും ഭൂതം അവനെ ആ കാടുകളിലേക്ക് ഓടിക്കുകയും ചെയ്യും. അവന് വീട്ടിലിരിക്കാൻ എന്തില്ല? അവനിങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കണം. ഹല്ലേലൂയ. അവനെ കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിക്കുന്നത് എന്താണ്? ബാധ. 10 ബാധയെക്കുറിച്ച് നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട് അല്ലേ? ബാധ എന്ന് പറഞ്ഞാൽ വിട്ടുമാറാതെ. ഇപ്പൊ ചിലരുടെ സ്വഭാവം എന്ത് ചെയ്താലും എന്ത് ചെയ്തില്ല, മാറത്തില്ല. ഇതൊരു ബാധ പോലെ കൂടെ. ഇതിന്റെ പുറകില് ആരാണ്? ദുരാത്മാവ്. ഹല്ലേലൂയ. അടുത്തത്, യേശു അവനോട് നിന്റെ പേരെന്തെന്ന് ചോദിച്ചു. അനേകം ഭൂതങ്ങൾ അവനെ ബാധിച്ചിരിക്കുന്നത് കൊണ്ട് ലഗ്യോൻ എന്ന് അവൻ പറഞ്ഞു. അനേക ഭൂതങ്ങൾ അവനെ എന്ത് ചെയ്തു? ബാധിച്ചിരിക്കുന്നു. ടീച്ചറാൻറ്റി കേൾക്കുന്നുണ്ടോ? ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത തിരുവചനത്തിനകത്ത് ഇതെന്തിനാ എഴുതി വെച്ചിരിക്കുന്നത്? ശ്രേഷ്ഠ അധികാരങ്ങൾക്ക് കീഴ്പ്പെട്ടില്ലെങ്കിൽ ശ്രേഷ്ഠമാരായിരിക്കുന്നവരെ എന്ത് ചെയ്യണം? ശ്രേഷ്ഠ കർത്തൃദാസൻ. ഞാൻ അതല്ല നിങ്ങളോട് പറയുന്നത്. ശ്രേഷ്ഠന്മാരെന്ന് പറയുന്നത് ആരെയാണ്? അമ്മ ശ്രേഷ്ഠയാണ്. അപ്പനാരാണ്? ശ്രേഷ്ഠയാണ്. ഭർത്താവ് ആരാണ്? ശ്രേഷ്ഠ. ഭാര്യ ആരാണ്? മക്കളാരാണ്?
ഇത് സുബോധമുള്ളവർക്ക് എന്ത് ചെയ്യത്തുള്ളൂ? മനസ്സിലാകത്തുള്ളൂ. സുബോധം ഇല്ലാത്തവർക്ക് ഇത് മനസ്സിലാകത്തില്ല. ആ മനസ്സിലാകാത്തവരുടെ മേലാണ് ഇതൊക്കെ വന്നു കയറുന്നത്. ഇത് വന്നു കയറിക്കഴിഞ്ഞാൽ എന്താ കാട്ടിക്കൂട്ടുന്നത്, എവിടെയാ പോകുന്നത്, ഒരു ഇതുകൊണ്ടാവില്ല. ഓക്കെ, അടുത്തത്. പാതാളത്തിലേക്ക് പോകുവാൻ കൽപ്പിക്കരുത് എന്ന് അവ അവനോട് അപേക്ഷിച്ചു. അവിടെ മലയിൽ വലിയൊരു പന്നിക്കൂട്ടം മേഞ്ഞുകൊണ്ടിരുന്നു. അവയിൽ കടപ്പാൻ അനുവാദം തരണമെന്ന് അവനോട് അപേക്ഷിച്ചു. അവൻ അനുവാദം കൊടുത്തു. നോക്കിയേ, ഈ പന്നീനെ മേയ്ക്കാനാണ് ആര് പോയത്? ഇളയ മകൻ പോയത്. ഹല്ലേലൂയ. ഇനി 8:35 വായിച്ചേ. സംഭവിച്ചത് കാണുവാൻ അവർ പുറപ്പെട്ട യേശുവിന്റെ അടുക്കൽ വന്നു. ഭൂതങ്ങൾ വിട്ടുപോയ മനുഷ്യൻ വസ്ത്രം ധരിച്ചു. അപ്പൊ ഈ ശരിയായ വസ്ത്രം ധരിക്കാത്തവരൊക്കെ ആരാണ്ടി? ഹലോ, ഇങ്ങോട്ടൊന്ന് നോക്കി, കണ്ണു തുറന്ന്. നമ്മളിങ്ങനെ ടൗണിൽ കൂടെ ഒക്കെ പോകുമ്പോ ചിലര് വസ്ത്രമൊക്കെ ധരിച്ചിരിക്കുന്നത് കാണുമ്പോ ഒന്നും കൂടെ കാണുമെന്ന് പറഞ്ഞ് നോക്കുന്ന ആൾക്കാരുണ്ട്. അത് ഏത് ടൈപ്പുള്ളവരാണെന്നറിയോ? ഇവരുടെ മേലുള്ള ടൈപ്പ് ആത്മാവുള്ളവരാ. ഹലോ, ഈ പേപ്പ പറഞ്ഞ് നാണം മറയ്ക്കാനാണ് വസ്ത്രം ധരിക്കുന്നത്, അല്ലേ? എന്നാൽ ഇന്ന് ട്രെൻഡ് എന്താണ്? നാണം കാണിക്കാൻ വേണ്ടി വസ്ത്രം എന്ത് ചെയ്യുക, ധരിക്കുക. അപ്പൊ നാണം കാണിക്കാൻ വേണ്ടി വസ്ത്രം ധരിക്കുന്നവരുടെ അകത്ത് വ്യാപരിക്കുന്ന ആത്മാവ് ഏതാ? ദുരാത്മാവ്. ഈ ദുരാത്മാവ് ഉള്ളവര് ഈ നാണം കാണാൻ വേണ്ടി പിന്നെ എന്ത് ചെയ്യും? നോക്കൂ. അപ്പൊ ഇത് കാണിക്കാൻ ഒരു കൂട്ടര്, ഇത് കാണാൻ ഒരു കൂട്ടര്. ഇവർ രണ്ടും ഏതാത്മാവിൽ നടക്കുന്നവരാ? ദുരാത്മാവിൽ. സുബോധമില്ല. സുബോധം ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ നടക്കുമോ? നടക്കുമോ? ഫേബയ്ക്ക് അനൂപിന് സുബോധം ഉള്ളത് കൊണ്ട് മാന്യമായ വസ്ത്രമൊക്കെ ധരിച്ച് പാർക്കിൽ പോയ സുബോധമുള്ളവർ ഇവരിയ്ക്കുന്ന പോലെ ഇരിക്കില്ലേ? വാടിക പോയപ്പോൾ സുബോധം ഇല്ലാത്തവർക്ക് ഇരിക്കുന്നത് കണ്ടായിരുന്നോ? വാടിക എവിടാന്ന് അറിയില്ല, അല്ലേ? പാലക്കാട് കോട്ട പാർക്കിൽ കയറിയായിരുന്നു. അപ്പൊ അവിടെ ഇവിടെയൊക്കെ കുറെ എണ്ണം സുബോധം ഇല്ലാത്തവരുടെ ഇരിപ്പുണ്ടായിരുന്നു, കണ്ടില്ലേ? നമുക്ക് സുബോധമുള്ളത് കൊണ്ട് നമ്മൾ അങ്ങനെ പോയി ഇരിക്കത്തില്ല. ഹല്ലേലൂയ. അപ്പൊ സുബോധമില്ലാത്തവര് കാട്ടിക്കൂട്ടുന്നത് പോലെ സുബോധം ഉള്ളവരായിരിക്കാൻ പാടില്ല എന്നുള്ള ഉപദേശമാണ് ദൈവസഭയ്ക്ക് പരിശുദ്ധാത്മാവ് അഭിഷേകത്തിലൂടെ എഴുതി വെച്ചത്. ഇതെന്തിനാ? ബൈബിളിന്റെ പേജ് തയ്ക്കാനാണോ? അല്ല, ഇത് ശ്രേഷ്ഠ അധികാരമുള്ള അഭിഷേകത്തിന് എഴുതിയിരിക്കുന്നത് കൊണ്ട് ഇതിന് നമ്മൾ എന്ത് ചെയ്യണം? കീഴ്പ്പെട്ട് ഇരിക്കണം. അതുകൊണ്ട് വസ്ത്രം എടുക്കാൻ പോകുമ്പോ അച്ചാച്ചൻ പറയാ, ഇത് ഉടുത്തോ മോളെന്ന് പറയുമ്പോ ഏത് ആത്മാവിൽ ഇത് എടുക്കാൻ പറയുന്നതെന്ന് എന്ത് ചെയ്യണം? ഹലോ, ഏത് ആത്മാവിലായി ഈ വസ്ത്രം എടുക്കാൻ പറയുന്നത്? ഹലോ, ഇതുപോലെ തന്നെ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കുമ്പം നമുക്ക് ഇന്നത് കഴിച്ചാൽ മതി എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇവനെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുന്നത് ആരാണ്? നമ്മുടെ ശരീരത്തിന് ആരോഗ്യം വേണം, അതിനുള്ള ആഹാരം എന്ത് ചെയ്യണം? കഴിക്കണം. പക്ഷെ നമ്മുടെ ശരീരത്തിനകത്ത് ചില ഹോർമോണുകളെ മാത്രം ബൂസ്റ്റ് ചെയ്യിപ്പിക്കുന്ന ഇൻഗ്രീഡിയൻസ് അടങ്ങിയ ഫുഡുകൾ മാത്രം കഴിക്കുക ഇന്നത്തെ ട്രെൻഡാണ്. അപ്പോ ഓർത്തോണം, ഇവനെ ഭരിക്കുന്ന ആത്മാവ് ഏതാ? ദുരാത്മാവ്. അപ്പൊ വസ്ത്രധാരണത്തില്, ഭക്ഷണ ക്രമീകരണത്തില് എല്ലാം നമ്മെ നയിക്കുന്ന ഒരാത്മാവ് ഏതാ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ടാണ് നാം ഈ ഭൂമിയിൽ ചുവടുകൾ വെക്കുന്നുവെങ്കിൽ നാം പരാജയപ്പെടത്തില്ല. നാം ഉയർച്ച തന്നെ എന്ത് ചെയ്യും? പ്രാപിക്കും. ഹല്ലേലൂയ. വസ്തു വാങ്ങിക്കാൻ യൂദയ്ക്ക് കഴിഞ്ഞോ? കഴിഞ്ഞു. കാശ് വാങ്ങിക്കാൻ പറ്റിയോ? അപ്പൊ ദുരാത്മാവുള്ളവന് വസ്തു വാങ്ങിക്കാൻ കാശ് ഉണ്ടാക്കാം. പക്ഷേ വാങ്ങിച്ച വസ്തുവിനകത്ത്, പണിത വീടിനകത്ത് ആമേൻ ദീർഘായുസോടെ മക്കളെയും കൊച്ചുമക്കളെയും കണ്ട് സന്തോഷത്തോടെ ദൈവം നൽകിയ ആയുസ് ജീവിച്ച് തീർക്കാൻ എന്ത് ചെയ്യത്തില്ല?
പറ്റത്തില്ല. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന വാത്സല്യ പ്രിയമുള്ളവരെ, നിങ്ങൾ ആരും പിശാചിന്റെ കെണിയിൽ അകപ്പെട്ട് നിങ്ങളുടെ വസ്ത്രധാരണത്തിലൂടെയോ നിങ്ങളുടെ സാമ്പത്തിക മേഖലകളിലൂടെയോ നിങ്ങളുടെ വസ്തുവകകളിലൂടെയോ ആരും ചതിയിൽപ്പെട്ട് തകർന്നു പോകുവാൻ ഇടയാകരുത്. നിത്യജീവൻ അവകാശിയായി മാറുവാൻ തന്റെ പ്രാണനെ വെടിഞ്ഞ് ഈ ഭൂമിയിൽ നമുക്ക് വേണ്ടി ജീവൻ വെച്ച യേശുവിനെ വിശ്വസിക്കുന്നവരുടെ മേൽ അവൻ പകരപ്പെടുന്ന ഒരു ആത്മാവുണ്ട്. അത് പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ടുകൊണ്ട് അത് മുമ്പോട്ട് ജീവിക്കുവാൻ സമർപ്പിക്കപ്പെടുന്നവരുടെ മേൽ ഇന്ന് പകലിലും ആ ആത്മാവിനെ പകർന്ന് ജയകരമായ ജീവിതം നയിപ്പാൻ പ്രാപ്തിയുള്ള മനുഷ്യരാക്കി മാറ്റുന്ന ദൈവവചനത്തിന്റെ ബന്ധനമില്ലാത്ത ശക്തിയെ ഇന്ന് പകൽ സ്വീകരിച്ച് ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവർ കേൾക്കപ്പെടുന്ന വചനം ഏറ്റെടുത്ത് അതേ ജീവിപ്പാൻ തക്കവണ്ണം ഇടയാകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓക്കേ, അടുത്ത വാക്യം. ഭൂതങ്ങൾ വിട്ടുപോയ മനുഷ്യൻ വസ്ത്രം ധരിച്ചു, സുബോധം പൂണ്ടു, യേശുവിന്റെ കാൽക്കൽ ഇരിക്കുന്നത് കണ്ട് ഭയപ്പെട്ടു. സുബോധമുള്ള മനുഷ്യൻ എവിടെ ഇരിക്കും? വസ്ത്രം ധരിച്ച് സുബോധം പൂണ്ട് യേശുവിന്റെ കാൽക്കൽ ഇരിക്കുന്നത് കണ്ടു. യേശുവിന്റെ കാൽക്കൽ ഇരിക്കും. ഓളെ ആവിരിക്ക് ക്ഷീണിച്ചാ വന്നതെങ്കിലും ആമേൻ, നമുക്ക് അല്പസമയം ഇരുന്ന് എന്ത് ചെയ്യാം? പ്രാർത്ഥിക്കാം, ആരാധിക്കാം. അതാണ് നമ്മുടെ ബലം. നീ അമ്മയെന്തിയെ വിളിക്ക്. ഹല്ലേലൂയ. ചാച്ച എഴുന്നേക്ക്. ചാച്ച ക്ഷീണം പിടിച്ച് കിടക്കുകയാണെങ്കിൽ തട്ടി എഴുന്നേപ്പിക്കുക. വാ, നമുക്ക് പ്രാർത്ഥിക്കാം, എഴുന്നേൽക്കാം. അതിരാവിലെ തിരുസന്നിധി അണയും നോരു സമയേ അതിയായി നിന്നെ സ്തുതിപ്പാൻ. അതിരാവിലെ എഴുന്നേറ്റ് യേശുവിന്റെ പാദപീഠത്തിൽ ഇരുന്ന് ആ ദൈവ സാന്നിധ്യത്തോടെ നാം ഒന്ന് ചലിച്ചു നോക്കിക്കേ. ഹല്ലേലൂയ. മുട്ടോളമല്ല അരയോളമല്ല നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത ആത്മനദിയുടെ പ്രവാഹം ആമേൻ തുറക്കും. നീ തൊടുന്നതെല്ലാം അനുഗ്രഹിക്കപ്പെടും. ആമേൻ, നീ നോക്കുന്നതെല്ലാം നിനക്ക് അവകാശമായി ലഭിക്കത്തക്ക വിധത്തിൽ ആമേൻ ഒരു അതോറിറ്റി ഹല്ലേലൂയ വെളിപ്പെടും. ആമേൻ. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ഒന്നും നിങ്ങൾക്ക് എന്ത് ചെയ്യത്തില്ല, ഒരു ദോഷവും. ആമേൻ. ഇങ്ങനൊരു ജീവിതം നയിപ്പാൻ എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? ഹല്ലേലൂയ. ആമേൻ. പുറപ്പെട്ട് യേശുവിന്റെ അടുക്കൽ വന്ന് ഭൂതങ്ങൾ വിട്ടുപോയ മനുഷ്യൻ വസ്ത്രം ധരിച്ച് സുബോധം കൊണ്ട് യേശുവിന്റെ കാൽക്കൽ ഇരിക്കുന്നത് കണ്ട് ആര് ഭയപ്പെട്ടു? ആര് ഭയപ്പെട്ടു? ഹലോ, അവിടെ കൂടി നിന്നവരൊക്കെ ഭയപ്പെട്ടു. പുറപ്പെട്ട് യേശുവിന്റെ അടുക്കൽ വന്ന് ഭൂതങ്ങൾ വിട്ടുപോയ മനുഷ്യൻ വസ്ത്രം ധരിച്ച് സുബോധം കൊണ്ട് യേശുവിന്റെ കാൽക്കൽ ഇരിക്കുന്നത് കണ്ട് ഭയപ്പെട്ടു. ആമേൻ. ഭൂതങ്ങളെ പുറത്താക്കുന്നവർക്ക് കർത്താവായ യേശു ക്രിസ്തുവുമായി ശരിയായ ഒരു ബന്ധമില്ലായിരുന്നുവെന്ന് ദുരാത്മാവ് അറിഞ്ഞു. ആദ്യം നമ്മൾ വായിച്ചില്ലേ, 7 പുത്രന്മാര്. ഈ 7 പുത്രന്മാർക്ക് ആരുമായിട്ട് ബന്ധമില്ലായിരുന്നു? യേശുവായിട്ട് ബന്ധമില്ലായിരുന്നു. ഈ ആളുകൾക്ക് യഥാർത്ഥമായ അധികാരമില്ലായിരുന്നു. നമ്മൾ ശൂശു എന്ന് പറയുന്നതല്ലാതെ ഒന്നും എന്ത് ചെയ്യില്ല, സംഭവിക്കത്തില്ല. ആമേൻ. നമ്മുടെ മേൽ എന്ത് വേണം? ഇസ്രായേലി ആമേൻ, ആ വേദനയുള്ള ഭാഗത്ത് കൈവച്ചിട്ട് എൻ്റെ മേലൊരു അധികാരം, ഈ അധികാരം നമ്മൾ പ്രാപിക്കണം. ഹല്ലേലൂയ. ആമേൻ. ഇത് നമുക്ക് നൽകുവാൻ ദൈവം ശക്തനാണ്. ആമേൻ. ഇത് പ്രാക്ടീസ് ചെയ്യണം. നിങ്ങളിതിന് ആമേൻ വില കൊടുക്കണം. യേശു പറഞ്ഞു, ആമേൻ, നിങ്ങൾ വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിന് വേണ്ടി എന്ത് ചെയ്യണം? കാത്തിരിക്കണം. നിങ്ങളതൊന്ന് ശീലിച്ചു നോക്കി. ആമേൻ. എൻ്റെ കർത്താവ് പറഞ്ഞ വചനമാണ്, ഞാനത് പ്രാപിക്കും. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അത് പ്രാപിക്കും. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അത് പ്രാപിച്ച് അനേകർക്ക് പകരുവാൻ എന്ത് ചെയ്യും? ഇടയാകും. വിശ്വസിച്ചാൽ. ആമേൻ. എന്തായിരുന്നു ദൈവത്തിന്റെ മഹത്വം? ലാസർ കല്ലറയ്ക്കകത്ത് കിടക്കുക, കാറ്റും വെച്ചു തുടങ്ങി. ഇനി പുനരുദ്ധാന നാളിൽ ലാസറിനെ ആര് കാണും? മാർത്തയും മറിയയും കാണും. ഇതായിരുന്നു അവരുടെ വിശ്വാസം. യേശു പറഞ്ഞു, അല്ല, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാൻ കഴിയുമെന്ന്. ആമേൻ. പുനരുദ്ധ നാളിലല്ല,
ആമേൻ വിശ്വസിച്ചാൽ ഇപ്പോൾ തന്നെ ആമേൻ നിന്റെ സഹോദരനെ നിനക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. വിശ്വസിച്ച് കണ്ടോ? അങ്ങനെയെങ്കിൽ ആമേൻ നമ്മുടെ ശരീരത്തിനകത്തൊരു അത്ഭുതം ദൈവം ചെയ്യുവാൻ ഇടയാകണമെങ്കിൽ നാം സുബോധമുള്ളവർക്ക് ഈ വചനം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അംഗീകരിക്കാനും അനുസരിക്കാനും വിശ്വസിക്കാനും പറ്റത്തുള്ളൂ. ഇസ്രായേലി ആമേൻ നമുക്ക് സുബോധം ഉണ്ടെങ്കിൽ ഒന്ന് വിശ്വസിച്ചേ. ഞാൻ പറഞ്ഞല്ലോ, ഈ ദിവസങ്ങളിൽ എൻ്റെ ശരീരത്തിൽ ഉണ്ടായ അസ്വസ്ഥതകളെ ഞാൻ അതിജീവിച്ചത് മരുന്നുകൊണ്ടല്ലെന്ന്. കാരണം എന്താ? മാറി ഹോസ്പിറ്റലിലേക്ക് പോയി, മാറി ഡോക്ടർമാരെ കണ്ടു. ആമേൻ. ഒരാളെ കണ്ട് സൗഖ്യമായ അടുത്താളെ കാണാൻ പോവോ? അവിടെ ചെന്നിട്ട് കണ്ടില്ല. പിന്നെ അതിലെ 12 സംവത്സരം രക്തം വാർന്നൊഴുകിയ സ്ത്രീ നമുക്ക് നൽകുന്ന ഉപദേശം, ഞാൻ എനിക്കുണ്ടായിരുന്ന കാശ് കൊണ്ട് ഉള്ള വൈദ്യന്മാരൊക്കെ അടുത്തുപോയി, ആരാലും എനിക്കെന്ത് ചെയ്തില്ല, സൗഖ്യം ആയില്ല. സൗഖ്യദായകനായ യേശുവിനെ കുറിച്ച് ഞാൻ കേട്ടപ്പോൾ ഞാൻ ഓടി അവന്റെ വസ്ത്രത്തിന്റെ തങ്ങലിൽ തൊട്ടു. ആ മാത്രയിൽ ബാധയൊഴിഞ്ഞ് സ്വന്തമാകത്തക്ക വിധത്തിൽ ഒരധികാരം ആ വസ്ത്രത്തിൽ തൊട്ടപ്പോൾ എന്റെ ശരീരത്തിൽ വെളിപ്പെട്ടു. അവൻ ഇന്ന് പകൽ യേശുവിനെ കുറിച്ച് സുബോധത്തോടെ വായിക്കുന്ന കേൾക്കുന്ന ഒരു വ്യക്തിയുടെ മേൽ പകരപ്പെടുന്ന ഒരു ആത്മാവിന്റെ അഭിഷേകമുണ്ട്. ഇന്ന് പകൽ അതിവിടെ ചലിക്കുന്നുണ്ട്. എത്ര പേർക്ക് ആ സാന്നിധ്യം അനുഭവിപ്പാൻ കഴിയുന്നുണ്ട്? മുഴങ്ങാൽ മടക്കി പ്രാർത്ഥിക്കുന്ന മാതാവേ, സഹോദരി, കുഞ്ഞെ, പിതാവേ, ആർക്കും തടുക്കുവാൻ കഴിയാത്ത, ആർക്കും തടഞ്ഞു വെക്കുവാൻ കഴിയാത്ത ഒരു അതോറിറ്റി, ഒരു അധികാരം നിന്റെ മേൽ പ്രാർത്ഥന റൂമിനകത്ത് ചലിച്ചു കഴിഞ്ഞാൽ ആമേൻ നിന്റെ സ്ഥിതി മാറും, നിന്റെ അവസ്ഥ മാറും, നിന്റെ ആമേൻ അതേ സമാധാനത്തെ ആർക്കും കെടുത്തുവാൻ കഴിയത്തില്ല. നിന്റെ സന്തോഷത്തെ ആർക്കും ഇല്ലാതാക്കുവാൻ കഴിയത്തില്ല. നഷ്ടപ്പെട്ടു പോയ സന്തോഷം തിരികെ പ്രാപിക്കണമെന്നുള്ള ആഗ്രഹത്തോടെ ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള ദാവീദ് പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ്: ആ രക്ഷയുടെ സന്തോഷം എനിക്ക് എന്ത് ചെയ്യണം? തിരികെ തരണം. ആമേൻ. കർത്താവേ, ആ സൗഖ്യം എനിക്ക് തിരികെ തരണം, ആ ബലം എനിക്ക് തിരികെ തരണം, ആ സമാധാനം എനിക്ക് തിരികെ തരണം. എവിടെയോ നഷ്ടപ്പെട്ടു പോയി, എവിടെയോ വീണുപോയി, എവിടെയോ തകർന്നു പോയി. എപ്പോ അനുസരണക്കേട് സംഭവിച്ചോ അപ്പോഴാണ് ഇതൊക്കെ എന്ത് ചെയ്യുന്നത്. ഹല്ലേലൂയ. ഒന്ന് ആസ്ഥാനപ്പെടാം. ഹല്ലേലൂയ. ആമേൻ. എല്ലാ കണ്ണുകളും അടച്ചാട്ട്. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. അതേ ആത്മമണ്ഡലത്തിൽ ഹല്ലേലൂയ ചലിക്കുന്ന ആമേൻ അധികാരം, അതോറിറ്റി നമ്മുടെ മേലുണ്ടെങ്കിൽ നാം ഒരു അത്ഭുതമാകും. ഹല്ലേലൂയ. നമ്മുടെ വീട്ടിനകത്തൊരു അത്ഭുതമാകും. ഹല്ലേലൂയ. ആത്മീക മണ്ഡലത്തിൽ പ്രവർത്തിക്കണമെങ്കിൽ, അത്ഭുതകരമായ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവുമായുള്ള വ്യക്തിപരമായ ബന്ധത്തിൽ നിന്ന് മാത്രം വരുന്ന ആത്മീയ അധികാരം എനിക്കും നിങ്ങൾക്കും ആവശ്യമാണ്. അല്ല എങ്കിൽ ആത്മീയ ലോകത്തിന് നമ്മെ തടയുവാനും അവഹേളിക്കുവാനുമല്ലാതെ അനുസരിക്കുവാനുള്ള ഒരു ബാധ്യതയുമില്ല. ഹല്ലേലൂയ. ഞാൻ പറയുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഇതൊരു പ്രദർശനമായി മാത്രം പോവുകയല്ല. ഇത് ആമേൻ നമ്മുടെ ജീവിതത്തിലൂടെ ആമേൻ അനേകർക്ക് കൈമാറുന്ന ആമേൻ തലത്തിലേക്ക്. ഹല്ലേലൂയ. എൻ്റെ അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അമ്മയുടെ പ്രാർത്ഥനയിൽ കഴിഞ്ഞ സമയം തൊട്ട് എനിക്കൊരു സമാധാനം കിട്ടി, എനിക്കൊരു സന്തോഷം കിട്ടി എന്ന് തലമുറകൾ എന്ത് ചെയ്യണം? പറയണം. ഹല്ലേലൂയ. അമ്മയ്ക്കൊരു അധികാരം ദൈവം തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകൽ അത് തിരിച്ചറിയണം. ആമേൻ. അമ്മയെന്ന് ആമേൻ ഞാൻ ഈ ഭൂമിയിൽ ഇത്രത്തോളം ആയിരിക്കാൻ എന്നെ പ്രാപ്തനാക്കിയ ഒരു ദൈവമുണ്ട്. സാധാരണ ഒരു അമ്മയല്ല ഞാൻ. ഹല്ലേലൂയ. ആമേൻ. സാധാരണ അമ്മമാരെ പോലെ അല്ലേ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന അമ്മമാരെ കണ്ടിട്ടില്ലേ? ഇല്ലേ? കരഞ്ഞ് നടക്കുന്ന അമ്മമാരെ കണ്ടിട്ടില്ലേ? എൻ്റെ ഭർത്താവ് മരിച്ചു, എൻ്റെ മക്കൾ എന്നെ നോക്കുന്നില്ല, ഞാൻ പറഞ്ഞ് കേൾക്കുന്നില്ല, എനിക്ക് വല്ലതും തരണം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നില്ലേ? ഇല്ലേ? ഹല്ലേലൂയ. കാരണം സുബോധം നഷ്ടപ്പെട്ടു. ഹല്ലേലൂയ. അവരെ അങ്ങനെ അലച്ച് നടക്കുക, അങ്ങനെയാകാതെ അതിൽ നിന്ന് വ്യത്യസ്തമായി എന്നെ ഈ സമൂഹത്തിൽ നിർത്തിയിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ ഞാൻ അനേകർക്ക് മാതൃകയാകത്തക്ക വിധത്തിൽ എൻ്റെ മേലുള്ള അധികാരത്തെ ഞാൻ റിലീസ് ചെയ്യും. ഞാൻ കഴിഞ്ഞ ആഴ്ച ഓർപ്പിച്ചതുപോലെ ഒരു പോലീസുകാരൻ കൈ നീട്ടിയാൽ വാഹനം നിർത്തുമെങ്കിൽ ഹല്ലേലൂയ എൻ്റെ വീട്ടിനകത്ത് ഹല്ലേലൂയ ഇരുന്നുറങ്ങിയ അങ്ങനെ ആയിരിക്കും. ഹല്ലേലൂയ. അധികാരത്തെ തിരിച്ചറിയണം. ആമേൻ. ദൈവം മുമ്പാകെ മക്കളെന്നോ അപ്പനെന്നോ ഭാര്യയെന്നൊന്നുമില്ല. ഉണ്ടോ? എല്ലാവരും ഒരുപോലെ. ഇപ്പോൾ ഇവിടെ നിങ്ങളുടെ ശുശ്രൂഷകൻ എന്ന നിലയിൽ ഞാൻ നിൽക്കുമ്പോൾ എൻ്റെ മുമ്പിലിരിക്കുന്ന ഭാര്യയും എൻ്റെ മുമ്പിലിരിക്കുന്ന മക്കളും ഈസ്റ്റർ ആൻറ്റിയും ഫേബയും എല്ലാവരും ഒരുപോലെയാണ്. അല്ലേ?
ഇവിടെ ഭാര്യയ്ക്ക്, മക്കൾക്ക് അല്ലെങ്കിൽ ഇന്നോർക്ക് നിന്ന് വേർതിരിവില്ല. ഹല്ലേലൂയ. കേൾക്കുന്ന വചനം എല്ലാവരും ഒരുപോലെ എന്ത് ചെയ്യണം? ഏറ്റെടുക്കണം. എല്ലാവരും ഒരുപോലെ എന്ത് ചെയ്യണം? അനുസരിക്കണം, അംഗീകരിക്കണം. എങ്കിൽ മാത്രമേ അധികാരം എന്ത് ചെയ്യത്തുള്ളൂ? വെളിപ്പെടുത്തുള്ളൂ. ഇതുപോലൊരു ഇവിടെ ഇതുപോലെ ഞാൻ 2000 ശുശ്രൂഷയ്ക്ക് പോയ ഒരു ചർച്ചിൽ ഒരു കുഞ്ഞിനെ കൊണ്ട് ഒരു പിതാവും മാതാവും വന്നു. ശക്തമായി ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ടിഫിൻ ബോക്സ് തുറന്നിട്ട് കുറെ ബിസ്ക്കറ്റ് എടുത്ത് കയ്യിലോട്ട് കൊടുത്തു, കുഞ്ഞിന്റെ കയ്യിൽ. അപ്പോൾ ഇതേപോലൊരു കുഞ്ഞിനെ കൊണ്ട് അപ്പുറത്ത് ശാന്തമായി ഒരു അമ്മയും അപ്പനും ഇരിപ്പുണ്ട്. ഇത് കണ്ടപ്പോൾ ആ കുഞ്ഞു എന്ത് ചെയ്യാൻ തുടങ്ങി? അതുവരെ ശാന്തമായിരുന്ന കുഞ്ഞ് ഈ പ്രവൃത്തി കണ്ടപ്പോ എന്ത് ചെയ്യാൻ തുടങ്ങി? അപ്പോ എനിക്കൊരു അധികാരം ദൈവം തന്നിരിക്കുന്നു എന്ന് ബോധ്യമുള്ളത് കൊണ്ട് ഞാൻ ഇങ്ങനെ ചോദിച്ചു, അംഗൻവാടിയിൽ കുഞ്ഞുങ്ങളെ വിടുമ്പോൾ എന്തൊക്കെ കൊടുത്തു വിടും? എന്തൊക്കെ കൊടുത്തു വിടും? സ്നാക്സ്, സ്ലേറ്റ് ഒക്കെ കൊടുത്തു വിടും അല്ലേ? അംഗൻവാടിയിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ടീച്ചറോ ആയയോ സ്നാക്സ് എടുത്തു കൊടുക്കുമോ? അങ്ങനെ കൊടുത്ത് ശീലം ഉണ്ടെങ്കിൽ ആ കുട്ടി ഒരിക്കലും നന്നായി പഠിക്കില്ല. അതിനൊരു സമയമുണ്ട്. അംഗൻവാടിയിൽ നിന്ന് ഇത് പഠിക്കുന്നത്. അപ്പോ അംഗൻവാടിയിൽ വിടുന്ന കുഞ്ഞിന് സ്നാക്സ് കൊടുത്തു വിട്ടാൽ ആ സ്നാക്സ് കഴിക്കുന്ന ഒരു ടൈം അവർ നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാ കുഞ്ഞുങ്ങൾക്കും സ്നാക്സ് തുറന്നു വെച്ച് എന്ത് ചെയ്യും? അതിനൊരു സമയമുണ്ട്. അങ്ങനെ അവിടുന്ന് ശീലിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞുങ്ങൾ വീട്ടിലും ആ സമയമാകുമ്പോൾ എന്ത് ചെയ്യും? അങ്ങനെയാണോ? ഉച്ചയ്ക്ക് സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങൾക്ക് ലഞ്ച് കൊടുത്തു വിടും. ഒരു കുഞ്ഞിന് 11 മണിയാകുമ്പോൾ വിശക്കുമ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് ലഞ്ച് ബോക്സ് തുറന്ന് കഴിക്കുമോ? ഒരു ടൈം വെച്ചിട്ടുണ്ട്. ആ ടൈമിൽ എല്ലാവരും ഒരുപോലെ എന്ത് ചെയ്യണം? വേണ്ടേ? അപ്പൊ ഞാനിത് പറഞ്ഞത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. കുഞ്ഞിനെ ഇങ്ങനെ തൂക്കിയെടുത്തോണ്ട് അങ്ങ് പോയി. അടുത്ത ആഴ്ച തൊട്ട് ഇവിടെ വന്നില്ല, കൂട്ടായ്മയ്ക്ക് വന്നില്ല. പിന്നീടൊരു ദിവസം ഫോണിൽ വിളിച്ചു പറഞ്ഞു, പാസ്റ്ററേ ഒന്ന് വരണേ, എന്തിനാ? കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. ശിശുക്കളെ എൻ്റെ അടുക്കൽ കൊണ്ടുവരും, അവരെ എന്ത് ചെയ്യരുത്? തടുക്കരുതെന്ന് യേശു പറഞ്ഞു. കുഞ്ഞുങ്ങളെ സ്നേഹിക്കുകയില്ല അല്ലേ? കുഞ്ഞുങ്ങളെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവരെ ചേർത്ത് പിടിച്ചിട്ട് സുബോധത്തോടെ പ്രാർത്ഥിക്കണം. കർത്താവേ, ഞായറാഴ്ച രാവിലെ ദൈവാലയത്തിൽ പോയി ഇരിക്കുമ്പോ എന്റെ കുഞ്ഞെന്ത് ചെയ്യരുത്? അലങ്കോലമാക്കരുത്. ഹല്ലേലൂയ. ഇതാരുടെ ഉത്തരവാദിത്വമാ? മാതാവിന്റെ ഉത്തരവാദിത്വമാ. പിതാവ് ജോലിക്ക് പോയി കൊണ്ടുവരുന്ന നന്മ കൊണ്ട് ആമേൻ കുടുംബത്തെ മുമ്പോട്ട് അടക്കത്തോടെ ഒതുക്കത്തോടെ കൊണ്ടുപോകാനുള്ള കൃപ ആര് പ്രാപിക്കണം? മാതാവ്. ആ കുഞ്ഞിനെ എടുത്തു വെച്ച് 3 മണിക്കൂർ സഭാഹോളിനകത്ത് ശാന്തതയോടെ ഇരിക്കണമെങ്കിൽ കുറഞ്ഞത് ആഴ്ചയിൽ 7 ദിവസമുണ്ട് ഇല്ലേ? ഒരു ദിവസം 3 മണിക്കൂർ വീതം പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ 21 മണിക്കൂർ ഈ കുഞ്ഞിന് വേണ്ടി എന്ത് ചെയ്യും? 21 മണിക്കൂർ പ്രാർത്ഥിച്ച കുഞ്ഞിനെ കൊണ്ട് ആലയത്ത് വന്ന് ഇരുന്ന് വയ്ക്കേ, ആ കുഞ്ഞ് ശാന്തമായി. ഹല്ലേലൂയ. അപ്പോ ഈ കുഞ്ഞിനെ കണ്ട് ആമേൻ അസ്വസ്ഥപ്പെടുന്ന മാതാക്കൾ ചോദിക്കും, എങ്ങനെ നിന്റെ കുഞ്ഞിങ്ങനെ ശാന്തമായി ഇരിക്കുന്നു? ആമേൻ, ഞാൻ എൻ്റെ കുഞ്ഞിന് വേണ്ടി എൻ്റെ കുഞ്ഞിനെ മാർവോട് ചേർത്ത് പിടിച്ച് കിടന്ന് ഉറങ്ങാതെ ആ കുഞ്ഞിനെ മാർവോട് ചേർത്ത് പിടിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. ആമേൻ, ആരും അറിഞ്ഞില്ല. എൻ്റെ പ്രാർത്ഥനയുടെ മറുപടിയാണ് എൻ്റെ കുഞ്ഞ് ശാന്തതയോടിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ട തലമുറകളായി കാണുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ആമേൻ, കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് നിനക്കൊരു ഉത്തരവാദിത്വമുണ്ട്. ഹല്ലേലൂയ.
കുഞ്ഞുങ്ങളെ സ്കൂളിലേക്ക് പറഞ്ഞയച്ചിട്ട് ആമേൻ TV ചാനലുകൾ മാറി മാറി കണ്ട് അയൽവക്കക്കാരോട് കഥ പറഞ്ഞിരിക്കാതെ സ്കൂളിലേക്ക് പോയിരിക്കുന്ന കുഞ്ഞുങ്ങൾ ആമേൻ വഴിതെറ്റിപ്പോകാൻ സാധ്യതയുള്ളിടത്തേക്കാ പോയിരിക്കുന്നത്. ആമേൻ ദുഷ്ട കൂട്ടുകെട്ടിൽ അകപ്പെടാതെ പഠിക്കുന്ന കാര്യങ്ങൾ കുഞ്ഞുങ്ങൾ ശ്രദ്ധയോടെ പഠിച്ച എൻ്റെ കുഞ്ഞ് സ്കൂളിൽ ഒന്നാമനായി മാതൃകയുള്ള കുഞ്ഞായി അതെ കാണുവാൻ ഞാൻ ആഗ്രഹിക്കുന്ന ദൈവമേ. നേരത്തെ ജോലികൾ ചെയ്തിട്ട് ആമേൻ ദൈവസന്നിധിയിൽ മുഴങ്ങാൽ മടക്കി പ്രാർത്ഥിക്കുന്ന മാതാവുണ്ടോ? നിന്റെ ഉദരത്തിൽ നിന്ന് പിറന്നു വീണ തലമുറയായിരിക്കും സ്കൂളിൽ ഒന്നാമത്. ഹല്ലേലൂയ ആമേൻ. അതെ അധ്യാപകരെ വിളിച്ച് നിന്റെ കുഞ്ഞ് അതെ ഇന്ന പ്രശ്നം ഉണ്ടാക്കിയെന്നല്ല, നിന്റെ കുഞ്ഞ് അതെ പറഞ്ഞ കേൾക്കുന്നില്ലെന്നല്ല, അതെ നിന്നെ വിളിച്ചു പറയൂ, അതെ നിന്റെ കുഞ്ഞ് ഈ സ്കൂളിന് മാതൃകയാണ്, നിന്റെ കുഞ്ഞ് ഇവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് അവൻ മാതൃകയാണ്, അതെ നിന്റെ കുഞ്ഞാണ് ബെസ്റ്റ് സ്റ്റുഡന്റ്. ഹല്ലേലൂയ ആമേൻ. അങ്ങനെ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിനക്കൊരു ഉത്തരവാദിത്വമുണ്ട്, നിനക്കൊരു അധികാരമുണ്ട്. നീ ഒരു ശ്രേഷ്ഠയാണെന്ന് തിരിച്ചറിയുക. ഒരു മാതാവാകുവാൻ ഇടയായെങ്കിൽ, ഒരു ഭാര്യയാകാൻ ഇടയായെങ്കിൽ അതൊരു പദവിയാണെന്ന് തിരിച്ചറിയുക, അതൊരു ശ്രേഷ്ഠമായ പദവിയാണെന്ന് തിരിച്ചറിയുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഭർത്താവിന്റെ ശരീരത്തിന്മേൽ അതെ ഭാര്യമാർക്ക് അധികാരമുണ്ട്. ആമേൻ. ഈ ശരീരം കൊണ്ട് അരുതാത്തടുത്ത് പോകുന്നെങ്കിൽ, ഈ ശരീരം കൊണ്ട് അരുതാത്തത് ചെയ്യുന്നെങ്കിൽ, ഈ നാവ് കൊണ്ട് അരുതാത്തത് പറയുന്നെങ്കിൽ, ആമേൻ സുബോധം നഷ്ടപ്പെട്ടവനെ പോലെ ആയിരിക്കുന്നുവെങ്കിൽ ആമേൻ ദൈവസന്നിധി മുട്ടുമടക്കുക. ആമേൻ. അതേ ഭർത്താവിനെ ചേർത്ത് പിടിക്കുക. ആമേൻ. അതേ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുക. കർത്താവേ, ഈ ശരീരത്തിന്മേൽ എനിക്ക് അധികാരമുണ്ട്, എനിക്കൊരു അധികാരം അവിടുന്ന് തന്നിട്ടുണ്ട്. നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങിക്കേ. അടുത്ത ആഴ്ച അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം പറയുവാൻ ഇടയാകത്തക്ക വിധത്തിൽ അധികാരം നിങ്ങളിലൂടെ വെളിപ്പെടുന്നത് കാണുവാൻ ഇടയാകും. ഇന്ന് പകൽ വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞാട്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ. നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക, നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നിങ്ങളെ ജനിപ്പിച്ച് വളർത്തിയ മാതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ആമേൻ. സഹോദരിമാരെ, വിവാഹം കഴിഞ്ഞിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളെ വളർത്തി വലുതാക്കി വിവാഹപ്രായം വരെയും നിങ്ങൾ ആവശ്യപ്പെട്ടതെല്ലാം വാങ്ങിച്ചു നൽകാൻ കഴിഞ്ഞില്ലെങ്കിലും അവരെ കൊണ്ട് ചെയ്യുന്നതെല്ലാം അവരെ കൊണ്ട് ആകുവോളം ചെയ്തു തന്നെങ്കിൽ ഹല്ലേലൂയ നന്ദിയുള്ളവരായി നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവേ, എൻ്റെ മാതാവായിരിക്കുന്നിടത്ത്, എൻ്റെ പിതാവായിരിക്കുന്നിടത്ത് ദുഷ്ടൻ തകർത്ത് കളയുവാൻ ഇടയാകരുത്. അവർ വാർദ്ധക്യത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാ. പഴയതുപോലെ ഓടുവാനുള്ള ആരോഗ്യം അവർക്കില്ല, പഴയതുപോലെ അധ്വാനിക്കാനുള്ള ആരോഗ്യം അവർക്കില്ല. അവരുടെ നല്ല പ്രായത്തിൽ അവർ അധ്വാനിച്ചത് എനിക്ക് നൽകി, നല്ല പ്രായത്തിൽ അവരെന്നെ സൂക്ഷിച്ചു, എന്നെ പരിപാലിച്ചു. മക്കളെ, നിങ്ങൾക്ക് കൊടുക്കാൻ കയ്യിലൊന്നുമില്ലായിരിക്കും. ആമേൻ. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ കഴിയുമോ? നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ മനസ്സുണ്ടോ? നിങ്ങളുടെ പ്രാർത്ഥന മതി. ആമേൻ. സ്വർഗത്തിലെ അപ്പച്ച് അവരെ പോഷിപ്പിക്കും, അവരെ ബലപ്പെടുത്തും. അവർ വിളിച്ചിട്ട് പറയും, മക്കളെ ഞങ്ങൾ സന്തോഷമായിട്ടിരിക്കുന്നു. നിങ്ങൾ പറയും, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് പപ്പ, പ്രാർത്ഥിക്കുന്നുണ്ട് മമ്മി. അങ്ങനെ പ്രാർത്ഥിക്കുന്നവരോടുണ്ട്. ഹല്ലേലൂയ. മക്കളെയും അവരുടെ മക്കളെയും കൊച്ചുമക്കളെയും കണ്ട് സന്തോഷിക്കുവാനുള്ള ദീർഘായുസ് ദൈവം അവർക്ക് കൊടുക്കട്ടെ. അല്ലാതെ ആമേൻ അവരെ പ്രാകുകയോ അവരെ പഴി പറയുകയോ അവരെ വേദനിപ്പിക്കുകയോ ചെയ്യുന്ന തലമുറകൾക്ക് ഇവിടെ ദീർഘായുസ് ഉണ്ടാകത്തില്ല. ഞാൻ വചനം സാക്ഷി നിർത്തി പറയുക. ആമേൻ. അവരെ പോലെ നിങ്ങളുടെ തലമുറയെ വളർത്തി മറ്റൊരാളുടെ കയ്യിൽ എത്തിക്കുന്നത് വരെയും നിങ്ങൾക്ക് ആയുസ്സും ആരോഗ്യവും ബലവും നൽകണമെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കളെ സൂക്ഷിച്ച പരിപാലിച്ച അതേ ദൈവം നിങ്ങളെയും സൂക്ഷിക്കുവാൻ തക്കവണ്ണം ഇടയാകണം. നന്ദിയുള്ളവരായിരിക്കും. ഹല്ലേലൂയ ഹല്ലേലൂയ. ആത്മീയ അധികാരം എനിക്ക് നിങ്ങൾക്കും ആവശ്യമാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽ ദൈവം എന്നെ തെരഞ്ഞെടുത്തു എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഹല്ലേലൂയ, ദൈവം എന്നെ വെറുതെ അയക്കത്തില്ല എന്ന് വിശ്വസിക്കുക. നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുക. ഹല്ലേലൂയ. എല്ലാ കണ്ണുകളും അടച്ചാട്ട്. ആമേൻ. നാം കൈപ്പായിരിക്കരുത്. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പ്രിയപ്പെട്ടവർക്ക് പോകേണ്ടതുണ്ടല്ലോ. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ആമേൻ. നാം വായിച്ച കുറിവാക്യം ഇങ്ങനെയാണല്ലോ. ആമേൻ. ഏത് മനുഷ്യനും ശ്രേഷ്ഠ അധികാരങ്ങൾക്ക് കീഴടങ്ങട്ടെ. ദൈവത്താലല്ലാതെ ഒരധികാരവും ഇല്ലല്ലോ. ഉള്ള അധികാരങ്ങളോ ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്നു. ആകയാൽ അധികാരത്തോട് മറക്കുന്നവൻ ദൈവ വ്യവസ്ഥയോട് മറക്കുന്നു. ഹല്ലേലൂയ. നിന്റെ അമ്മയെ ആമേൻ നീ മറുതലിക്കുന്നു, നിന്റെ അപ്പനെ നീ മറുതലിക്കുന്നുവോ? ഹല്ലേലൂയ. നിന്റെ ശുശ്രൂഷകനെ നീ മറുതലിക്കുന്നുവോ? ഹല്ലേലൂയ. ഏത് മനുഷ്യനും ശ്രേഷ്ഠ അധികാരങ്ങൾക്ക് കീഴടങ്ങട്ടെ. ആകയാൽ അധികാരത്തോട് മറക്കുന്നവൻ ദൈവ വ്യവസ്ഥയോട് മറക്കുന്നു.
മറക്കുന്നവരോ ശിക്ഷാവധി പ്രാപിക്കും. ആയുസ്സിന്റെ മധ്യത്തിൽ പൊലിഞ്ഞു പോകുവാനിടയാകരുത്. ഹല്ലേലൂയ. വാഴുന്നവർ സൽപ്രവർത്തിക്കല്ല ദുഷ്പ്രവർത്തിക്ക് അത്രേ ഭയങ്കരം. അധികാരസ്ഥനെ ഭയപ്പെടാതിരിപ്പാൻ ഇച്ഛിക്കുന്നുവോ? നന്മ ചെയ്യുക, എന്നാൽ അവനോട് പുകഴ്ച ലഭിക്കും. നിന്റെ നന്മയ്ക്കായിട്ടല്ലോ അവൻ ദൈവ ശുശ്രൂഷക്കാരനായിരിക്കുന്നത്. നീ തിന്മ ചെയ്താലോ ഭയപ്പെടുക. വെറുതെ അല്ല അവൻ വാൾ വഹിക്കുന്നത്. അവൻ ദോഷം പ്രവർത്തിക്കുന്നവന്റെ ശിക്ഷയ്ക്കായി പ്രതികാരിയായ ദൈവ ശുശ്രൂഷക്കാരൻ തന്നെ. ഹല്ലേലൂയ. ജീസസ്. രാത്രി കഴിവാറായി പകലടുത്തിരിക്കുന്നു. അതുകൊണ്ട് നാം ഇരുട്ടിന്റെ പ്രവൃത്തികളെ വെച്ച് കളഞ്ഞ് വെളിച്ചത്തിന്റെ ആയുധവർഗം ധരിച്ചുകൊള്ളുക. പകൽ സമയത്തെന്ന പോലെ നാം മര്യാദയായി നടക്കുക. വെറുക്കൂത്തുകളിലും മദ്യപാനങ്ങളിലുമല്ല, ശയനമോഹങ്ങളിലും ദുഷ്കാമങ്ങളിലുമല്ല, പിണക്കത്തിലും അസൂയയിലുമല്ല. ദൈവമക്കളെ, നമ്മുടെ ഇടയിൽ പിണക്കങ്ങൾ ഉണ്ടാകരുത്, അസൂയ ആകരുത്. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊള്ളുക. മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുത്. അനേകര് ജഡത്തിൻ്റെ ചിന്ത ഈ ലോകത്തിൻ്റെ ചിന്തയാണ്. ഈ ലോകത്തിൽ വെട്ടിപ്പിടിക്കണമെന്നുള്ള വികൃതിയിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. യൂദയെപ്പോലെ വെട്ടിപ്പിടിച്ചതുകൊണ്ടോ സമ്പാദിച്ചതുകൊണ്ടോ ആമേൻ സ്വസ്ഥതയോടെ ജീവിക്കുവാൻ കഴിയത്തില്ല. ആമേൻ സ്വസ്ഥത നഷ്ടപ്പെട്ടാൽ സൂയസൈഡിൻ്റെ ചിന്ത വരും. ഈ ലോക ജീവിതം ദുഷ്കരമാകും. ആമേൻ സമാധാനപരമായ സന്തോഷകരമായ ജീവിതം നയിപ്പാൻ ആഗ്രഹിക്കുന്ന ഏവർക്കും ആമേൻ അംഗീകരിക്കുവാനും അനുസരിക്കുവാനും ആമേൻ കഴിയുന്ന ദൈവത്തിൻ്റെ വചനം പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് സമാധാനത്തോടെ സന്തോഷത്തോടെ ക്രിസ്തീയ ജീവിതം നയിപ്പാൻ എല്ലാവരെയും സ്വർഗത്തിലെ ദൈവം സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. എല്ലാവരും സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പ്രിയ ഷീത ശബ്ദം ഉയർത്തി പ്രാർത്ഥന. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. ഞങ്ങളുടെ പാത്രത്തിലായിരിക്കും സുഹൃത്തിൽ വലിയ ആദ്യമോട് സഹായിച്ചാൽ നിങ്ങൾ സ്തോത്രം കർത്താവ്. ഞങ്ങളെല്ലാവരും കത്തിൽ പ്രാർത്ഥിക്കുന്ന കർത്താവെ, വൽക്കാലം കേൾപ്പിച്ച് നല്ല ആലോചനയ്ക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവ്. കാലം ജീവൻ ആവശ്യമായ ജീവൻ അന്വേഷിപ്പാൻ ഓരോരുത്തരും ഇടയാക്കി ഞാൻ നന്ദിയോട് ശ്രദ്ധിക്കുന്നു. സ്തോത്രം ചെയ്യുന്ന കർത്താവ്. ഇന്ന് വൽക്കാലം വികാരമുള്ളവരായി തിരുവാൻ കർത്താവെ, കൽപ്പിക്കുവാൻ കർത്താവെ, ഞാൻ ഓരോരുത്തരും ഇടയാക്കണമേ കർത്താവെ. ജീവിപ്പാൻ ദൈവജനപ്രകാരം അനുസരിച്ച് ജീവിപ്പാൻ കർത്താവെ, ഞങ്ങൾ ഒരിക്കലും ഇടയാക്കണമേ നമുക്കോട് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ശില്പദാസനത്തെ ബലപ്പെടുത്തിയല്ലോ ശക്തമായി അങ്ങ് ഉപയോഗിക്കണമേ. അവർക്ക് കത്തിലെ കർത്താവെ ആമേ ഹല്ലേലൂയ ശക്തമായി അങ്ങ് ഉപയോഗിക്കണമേ കർത്താവെ. കേട്ട വചനം ഞങ്ങൾ ഓരോരുത്തരോട് പ്രാപിക്കുവാൻ കർത്താവെ ഞങ്ങൾക്ക് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. രക്ഷക്കാലം കൂടി വരുന്നവരെ അവിടുത്തെ വിരിക്കപ്പെടിച്ച് ഞങ്ങൾ ഓരോരുത്തരും സൂക്ഷിക്കുമാറാവണമേ നമുക്ക് കാലം കർത്താവെ. ഓഫ്ലൈൻ ലൈവിൽ പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഫേസ്ബുക്കിൽ കർത്താവെ അല്ലെങ്കിൽ യൂട്യൂബിലായി പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ടവരെ ഏൽപ്പിക്കുന്നു. വിദേശ സ്വദേശനായി എല്ലാവരും ഏൽപ്പിക്കുന്നു. ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവെ എനിക്ക് എല്ലാ കൂട്ടായ്മയ്ക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവ്. പ്രശ്നം വലിയ സ്ഥാനത്തോടും കൂടി സഹായിച്ചതാണ്. അവിടുന്ന് പ്രാർത്ഥനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവർക്കും ദൈവസ്തുതി എഴുന്നേൽക്കാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. സകല ബുദ്ധിയെ കവിയുന്ന ദൈവിക സമാധാനം കൊണ്ട് നമ്മെ നിറയ്ക്കുവാൻ ശക്തനായ കർത്താവിൻ്റെ സാന്നിധ്യം ഇന്ന് പകലിൽ അനുഭവിപ്പാൻ ഇടയായി തീർന്നെങ്കിൽ ഒരു നിമിഷം കൂടെ കേൾക്കപ്പെട്ട ദൈവവചനത്തിന് മുമ്പാകെ വിധേയപ്പെടുത്തിയ ദുരാത്മാവിനാൽ പിടിക്കപ്പെട്ടവർ, ബാധ പോലെ പിന്തുടർന്ന ചില പൈശാചിക മേഖലയ്ക്കകത്ത് നിന്ന് സ്വതന്ത്രനായി യേശുവിൻ്റെ പാദപീഠത്തിങ്കിൽ ഇരുന്ന് കൃപകൾ പ്രാപിച്ചുകൊണ്ട് അനേകർക്ക് ആശ്വാസവും അനുഗ്രഹവും സർവോപരി ദൈവനാമ മഹത്വത്തിനും ജീവിപ്പാനിടയായി തീർന്ന വ്യക്തിത്വങ്ങളെപ്പോലെ ഈ ഭൂമിയിൽ ജീവിപ്പാൻ എല്ലാവരെയും സ്വർഗത്തിലെ ദൈവം ധാരാളമായി സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഈ ബലത്തോടെ കടന്നു പോകുക എന്നുള്ള തിരുവചനത്തെ മുറുകെ പിടിച്ച് നമ്മുടെ ഭവനങ്ങളിലേക്ക് നമുക്ക് കടന്നു പോകാം. അനുഗ്രഹത്തോടെ ഇപ്പോൾ അടിയാറെ യഹോവയെ മനസ്സാൽ ഉടയമോ നഗമാരനെ വന്ദനം നിനക്കാമേ.
മനസാൽ ഉടയ മഹോന്നത പരനെ വന്ദനം നിനക്കാമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായിരിക്കുന്ന ദൈവത്തിന്റെ സ്നേഹവും നമ്മെ ആശ്വസിപ്പിക്കുകയും വഴി നടത്തുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും നമ്മോടുകൂടെയും ഉലകമെമ്പാടുമുള്ള സകല വിശുദ്ധന്മാരോടുകൂടെയും കർത്താവിന്റെ രണ്ടാം വരവ് ഉണ്ടായിരിക്കുമാറാകട്ടെ. നമുക്ക് ജയനില കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണം. കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിച്ച എല്ലാവർക്കും യേശുവിന്റെ നാമത്തിലുള്ള നന്ദിയും വന്ദനവും അറിയിക്കുന്നു. ഇത് നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായി തീർന്നെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയം ഞങ്ങളുമായി ഷെയർ ചെയ്ത് പ്രാർത്ഥിപ്പാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന മൊബൈൽ നമ്പറിൽ റിക്വസ്റ്റ് ചെയ്യുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ദൈവം അനുവദിച്ചാൽ വീണ്ടും നമുക്ക് കൂടി കാണും. ദൈവം അവസരങ്ങൾ ഒരുക്കട്ടെ. അതുവരെ അവിടെ ഇടങ്ങളിലായി ദൈവം നമ്മെ സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. ഗോഡ് ബ്ലെസ് യു. സീ യു അഗെയിൻ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ഷിജു ജോസ്, ഏകതീരം പ്രയർ ഫാമിലി.